അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്, പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്
നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീസസ് ഓഫ് നാസറത്ത്, നസ്രായന യേശു, അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട്. ഇതൊക്കെ കുറച്ച് പേർക്ക് അറിയാം, യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡായിരുന്നു. ആദ്യം 77 ഇറങ്ങിയ സിനിമയാണത്. ഞാനൊരു 6 പ്രാവശ്യമെങ്കിലും അത് കണ്ടിട്ടുണ്ട്. പക്ഷെ 6 മണിക്കൂറുണ്ട് ആ സിനിമ. പലപ്പോഴായിട്ട് കണ്ടതാ. ബാക്കി എല്ലാ സിനിമയും 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളേ. പക്ഷെ ഈ സിനിമ 6 മണിക്കൂറുണ്ട്. നമ്മുടെ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനില്ലേ, ബൈബിളിൻ്റെ സഭ ഉപയോഗിക്കുന്ന ഭദ്രമായ ഒരു തർജ്ജിമയാണത്. ഇതിനകത്തുള്ള എല്ലാ ഡയലോഗും ആ ബൈബിളിലുള്ളതാണ്. അപ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്കും സത്യസന്ധമായിട്ട് പഠിക്കുന്നവർക്കും ഇപ്പോൾ ന്യൂസ് ആൻഡ് വ്യൂസ് പോലെയാണല്ലോ പലപ്പോഴും പല തർജ്ജമകളും വ്യൂസാണ്. ഇത് വളരെ സ്റ്റാൻഡേർഡ് വെർഷനാണ്. അപ്പം അത് കാരണം ഞാൻ ഇതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കാണുകയും ചെയ്യും. അപ്പം അതിൻ്റെ അകത്ത് യൂദാസ് വരുന്നൊരു ഭാഗമുണ്ട്. യൂദാസ് വരുന്ന ഭാഗം ഈ അപ്പോസ്തലന്മാരൊക്കെ ഈശോ സന്ധ്യ നമസ്കാരത്തിലാണ്. അത് രസമാണ് ഫാങ്കസ് സെഫ്രേലി ഇത് അവതരിപ്പിക്കുന്നത്. അത് ഈശോ എന്തോ ഒരു ചെറിയ ഒരു കെട്ടിടത്തിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ ചാരിയിരിക്കുക, കാലം നീട്ടിക്കൊണ്ട്, ഒരു പ്രത്യേക ലൂസ്ഡ് സ്റ്റൈലിലിരിക്കുക. പക്ഷേ ഈശോയുടെ 2 കൈകൾ കൊണ്ട് ഈശോ മുഖം ഇങ്ങനെ പൊത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുത്തെ അടുത്ത് കാണുന്ന അവർ അപ്പോസ്തലന്മാരൊക്കെ ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കണല്ല. അവിടുത്തെ തീ കൊണ്ട് അല്ലാതെ തന്നെ തണുപ്പിന് തീ ഇട്ടിട്ടുണ്ട്. ഈ തീ ഇങ്ങനെ ഇളകി കത്തണുണ്ട്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന വികാര വിജൃംഭിതമായ ആന്തോളനങ്ങളൊക്കെ ഈ തീ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ അടിക്കുന്നതനുസരിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫീലാണത്. ശരിക്കും ഒരു സ്ഥിര വെളിച്ചമല്ല, കുറച്ച് തീയുടെ ഇളകുന്ന ഒരു പ്രകാശം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ ചൂടും പൊള്ളലും ഒക്കെ ഈശോ അനുഭവിക്കുന്നുണ്ടാവും ചിലപ്പോൾ. തീ വളരെ അടുത്ത. അപ്പോഴാണ് ഇരുട്ടത്ത് കൂടി ഒരാൾ വരണം. അയാളങ്ങനെ ഈശോൻ്റെ അടുത്ത് വരുമ്പോൾ ഈശോ കണ്ണ് തുറക്കുമ്പോൾ ഇയാളെ കാണും. അപ്പം അയാൾ ഈശോയോട് പറയും, ഐ വാണ്ട് ടു ഫോളോ യു, ഐ വാണ്ട് യു ഡിസൈപ്പിൾ, എനിക്ക് നിൻ്റെ ശിഷ്യനാകണം. അപ്പം അതിൻ്റെ പ്രത്യേകത, മറ്റെല്ലാ അപ്പോസ്തലന്മാർ ഈശോ വിളിച്ചതാ, കം ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ മാത്രമാണ് വന്നിച്ചും ഐ വാണ്ട് ഫോളോ യു എന്ന് പറയണത്, എനിക്ക് നിന്നെ. ഫാങ്കസ് സെഫ്രേലിയുടെ ഒരു ബാലൻസ് ഓഫ് പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഈശോ ആണെങ്കിൽ ഇതിന് യേസും പറയത്തില്ല, നോയും പറയത്തില്ല. ഈ കൈ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ പുറത്ത് നിൽക്കുന്ന ആളാരാണെന്ന്? അതാണ് യൂദാസ്. അപ്പോൾ യൂദാസ് വരുന്നുണ്ടെന്ന് ഈ കണ്ണ് പൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ഹീസ് കമ്മിങ് എന്ന്. അപ്പോൾ ഈശോ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ഈ വരുന്ന തിന്മയെ കാണുന്നുണ്ട് ശരിക്കും. എന്നിട്ട് അപ്പോൾ ഞാൻ ഇത് കാണുമ്പോഴേക്കും ഈശോ എന്ത് പറയുമായിരിക്കും ഇയാളോട് എന്ന് പറയുമ്പോൾ ഈശോ ഒന്നും പറയത്തില്ല ഇയാളോട്. ഇയാൾ പോകാതെ അങ്ങനെ നിൽക്കും അവിടെ ആ ഇരുട്ടത്ത്. അപ്പോൾ ഈശോ അയാൾ പറയും, യു ക്യാൻ സ്റ്റേ വിത്ത് മീ. വളരെ ഇങ്ങനെ അളന്ന് തൂക്കി ഇങ്ങനെ പറയും. നമ്മുടെ ചങ്ക് പാറിപ്പോകും നമുക്ക്. കാര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ പറയണത്. അതാണ് നമുക്ക് വിഷമം ഉണ്ടാകണത്. ഇത് ഈശോ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. യു ക്യാൻ സ്റ്റേ വിത്ത് മീ, നിനക്ക്
എൻ്റെ കൂടെ താമസിക്കാം. അപ്പോഴേ ചില സമയത്ത് അന്ത്യത്താഴ സമയത്ത് യോഹന്നാൻ തന്നെ ഒറ്റിക്കൊടുക്കാനിരുന്നവൻ ആരെന്നും അവന് നേരത്തെ അറിയാമായിരുന്നു ഒരു വാക്കുണ്ട്. യോഹന്നാൻ 13:11. തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അപ്പൊ അവൻ ഈശോയ്ക്ക് ആളെ അറിയാമായിരുന്നു. അതാണ് വിഷയം. അതാ ഇപ്പോഴല്ല, ആദ്യമായി വന്നപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഫ്രാങ്കോസ് സെഫ്രേലി പറഞ്ഞു വെക്കണത്. ഇത് ഈശോയുടെ ഒരു പ്രശ്നം വെച്ചാൽ ദൈവത്തിൻ്റെ പൊതുപ്രശ്നമാണ്. നമ്മൾ ദൈവമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ നമ്മൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് മുൻകൂട്ടിയുള്ള അറിവുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്വാഭാവികമായ ഡീലുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഒക്കത്തില്ല. ഇപ്പം ഉദാഹരണത്തിന് യോഹന്നാൻ 6:6 അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. 5 അപ്പം വർദ്ധിപ്പിക്കണ അപ്പവേ ഇവർക്ക് എവിടെ നിന്ന് അപ്പം കിട്ടുമെന്നൊക്കെ ചോദിക്കണില്ലേ? അപ്പം ഇവരെ പ്രതിരോധത്തിലാക്കുന്നുണ്ടെങ്കിലും ഈ വിഷയത്തിന് സൊല്യൂഷൻ എന്താണെന്നതിനെ കുറിച്ച് കർത്താവിന് അറിയാം. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഈ നേരത്തെ എന്നുള്ള വാക്ക് ഒരു അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ പലപ്പോഴും ചെന്ന് പണി മേടിക്കണ ഈ ഒരു വാക്കിലാണ്. യോഹന്നാൻ 3:18 അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഈ നേരത്തെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കായിക മൂലം. നമ്മളിപ്പോൾ ഉടമ്പടി എടുക്കണം തന്നെ വിചാരിക്കുക. നിങ്ങൾ ചില ആൾക്കാർ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അത്രയും നേരം കെട്ടിക്കിടന്നിരുന്ന എല്ലാ തടസ്സങ്ങളും ചുമ്മാ വല്ല കാശ്മീരിലാ വല്ല ഗോകർണത്തോ ഇരുന്നുകൊണ്ട് ഞാൻ നാളെ ഉടമ്പടി എടുക്കാൻ പോകണമെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പം തന്നെ ഓഫർ ലെറ്ററും പണവും കാശും എല്ലാം ഇവിടെ എല്ലാം തെറ്റിപ്പോയി കെട്ടിക്കിടന്ന് തടസ്സമായി കിടന്ന് അതെല്ലാം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ചീപ്പൂരി വിടണ പോലെ തന്നെ കാണാം. എന്താ കാര്യം? കാരണം അയാൾ ഉടമ്പടി എടുത്താൽ ശരിയാവുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് ഇന്ന് വിഷയം. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഉടമ്പടി കുറേ ആൾക്കാർ ലാഗ് ചെയ്യണില്ലേ, തടസ്സം. അതിൻ്റെ കാര്യം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും ദിവസം അറിയാം. ഇത് പോയാൽ പോന്തോടിയ വെയിൽ വരെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്കിത് സത്യസന്ധമായിട്ട് വിശ്വസ്തത കാണിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ അങ്ങനെ ഒരു പണി മേടിക്കുമോ എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരത്തെ അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എന്ത് ഉടായ്പ കാണിച്ചാലും കർത്താവിൻ്റെ വിഷയത്തിൽ നമ്മളെക്കുറിച്ച് അസസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് വെടിപ്പും മെനയുമായിട്ട് വൃത്തിയും വിശുദ്ധിയുമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തിന് പണി എളുപ്പമാവും. നമ്മളാണ് ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടണത്, നമ്മുടെ ഉടായ്പ കാരണം. അതുകൊണ്ട് വളരെ എന്തെങ്കിലും തരത്തിൽ ഒരു അലംഭാവം ഉടമ്പടിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ സെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് മാപ്പ് ചോദിച്ചിട്ട് ആ പഴയ പവറിലേക്ക് വരാൻ നോക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ഇതെൻ്റെ മോള് അനന്യാസം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിട്ട് ഈ ആൾത്താരയിൽ എനിക്ക് രണ്ടാമത് ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി മാതാവും യേശുവും കനിഞ്ഞ തന്ന വലിയ കൃപയ്ക്കും അനുഗ്രഹത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് വന്നിട്ട് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 9-ാം മാസമാണ്. ഞാനത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കാനുള്ള കൃപ തന്നു. അതുപോലെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് മോളുടെ ഒരു സൗഖ്യം കിട്ടിയതിൻ്റെ സാക്ഷ്യം പറയാണ്. പിന്നെ മാതാവ് എപ്പോഴും ഞങ്ങളെ കൂടെയുണ്ട് എന്നുള്ളതും ഇതുവഴി രേഖപ്പെടുത്തുന്നു.
എൻ്റെ വീട് വന്നിട്ട് തിരുവനന്തപുരം പാറശാല ആ ഭാഗത്തു നിന്നാണ്. ഞങ്ങൾ MSc കത്തോലിക്കയാണ്. ഞങ്ങൾ എൻ്റെ മകൾക്ക് 1.5 വയസ്സ് മുതൽ അവൾക്ക് പനിയും കഫക്കെട്ടും വന്നിട്ടുണ്ട്. അവൾ വന്നിട്ട് 1.5 വയസ്സിൽ കഫക്കെട്ടായിരുന്നു. വീടിൻ്റെ അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു, കഫക്കെട്ട് പിന്നെയും കൂടി. അതുകൊണ്ട് ഞങ്ങൾ നേരെ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അവിടെ നിന്ന് പിന്നെയും കുറവുണ്ടായി, വീട്ടിൽ കൊണ്ടുവന്നു, പിന്നെയും പനി വന്നു. അങ്ങനെ പിന്നെ തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് എക്സ്റേ എടുത്തപ്പം പറഞ്ഞു ന്യൂമോണിയയാണ് കുഞ്ഞിന് എന്ന്. അവിടെ അഡ്മിറ്റാക്കി കുറഞ്ഞ് വീട്ടിൽ വന്നപ്പം പിന്നെയും പനി വന്നു. പിന്നെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു 5-6 മാസം വരെ വേറെ പനി കുഴപ്പമില്ലായിരുന്നു. അസുഖം അങ്ങനെ കുറഞ്ഞിരുന്നു. എനിക്കും ഈ കുഞ്ഞിനെ ഇവർക്ക് വലിയ കാര്യമായിട്ട് എന്തോ അസുഖം ഉണ്ടെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മാതാവ് തന്നെ അത് നമുക്ക് തെളിയിച്ച് തന്നിട്ടുണ്ട്. എന്നാലും ഞാനൊക്കെ ഒരു മന്ദബുദ്ധി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ക്യാച്ച് എടുക്കാനായിട്ട് നമുക്കറിയില്ലായിരുന്നു. പിന്നെ കുഞ്ഞിന് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് ഉടമ്പടിയിലായിരുന്നാലും ഞാൻ ഇവളുടെ കാര്യം കുഞ്ഞിന് പെട്ടെന്ന് കുറയണം എന്ന് ഉള്ള ഇതിൽ ഉടമ്പടിയിൽ വച്ചിട്ടില്ലായിരുന്നു. ഇവക്ക് ഇടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ ഇങ്ങനെ വന്നിട്ടുണ്ട്. ന്യൂമോണിയ തന്നെയല്ലോ അങ്ങ് പോകും കഫക്കെട്ട് തന്നെയല്ലോ മാറുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. അത് വന്നിട്ട് കൊച്ചിനിപ്പം 8-9 വയസ്സാകാൻ പോകുന്നു. 7-8 പ്രാവശ്യം ഏകദേശം 9 പ്രാവശ്യമെങ്കിലും അവൾക്ക് ന്യൂമോണിയ വന്നിട്ടുണ്ട്. ഇത് പാറശാലയിൽ തന്നെ 5-6 മാസം ആകുമ്പോൾ അഡ്മിറ്റ് ആവും. പിന്നെ കുറയും, പിന്നെയും പെട്ടെന്ന് വരും, പിന്നെയും കുറയും. അവൾക്ക് ഒരു ഇതിലും എനിക്ക് പിന്നീടാണ് കാര്യം അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അസുഖമാവണമല്ലോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് മനസ്സിലേക്ക് ഓടി വന്നത്. പിന്നെ എന്നാലും ദൈവം എന്നെ അത്ര മാത്രം ശക്തിപ്പെടുത്തുന്നു. എനിക്ക് വന്നിട്ട് ഒരു മോളാണ് ഉള്ളത്. അതുകൊണ്ട് ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ എനിക്ക് ഇവൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ പിന്നീട് എനിക്ക് ഒരു പേടി പോലെ കൊച്ചിന് എന്ത് പറ്റി എന്താണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ പാറശാല ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊണ്ട് SITയിൽ കൊണ്ടുപോകുന്നത് എനിക്ക് റെഫർ തരണമെന്ന് പറഞ്ഞ് ഞാൻ കുഞ്ഞിനെ റെഫറും വാങ്ങി നേരെ SITയിൽ കൊണ്ടുപോയി. എൻ്റെ കൂടെ ആരും ഇല്ല യഥാർത്ഥം പറഞ്ഞാൽ കൊണ്ടു വരാനോ നമ്മളെ കൂടെ നിൽക്കാനോ അഡ്മിറ്റായോ എന്തെങ്കിലും വാങ്ങിത്തരാൻ പോലും ആരുമില്ലായിരുന്നു. SITയിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടപ്പം തന്നെ അവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു കഫക്കെട്ട് ഉണ്ട്, ന്യൂമോണിയയാണ് എന്ന് പറഞ്ഞു. അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ പിറ്റേന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പം കുറഞ്ഞപ്പം ഡോക്ടർ എന്നെ പറഞ്ഞു, സീനിയർ ഡോക്ടർ പറഞ്ഞു ഈ കൊച്ചിന് ഇനി അഥവാ കൂടുതലായിട്ട് ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ CT എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോഴെടുക്കണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നോർമലാണല്ലോ, ഇപ്പോൾ വേറെ കുഴപ്പമില്ല, ഈ മരുന്നിൽ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇനി CT എടുക്കേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 3-4 മാസമായപ്പം പിന്നെയും കൊച്ചിനെ വയ്യ, കഫക്കെട്ട്, പനി. എന്നാലും എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനില്ല. കൊച്ചിന് കുറയും, കൊച്ചിന് പനി ഇങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. ഞാൻ അവിടെ ആശുപത്രിയിൽ പിന്നെയും കൊണ്ടുപോയി. SITയിൽ കൊണ്ടുപോയപ്പം അവിടെ സീനിയർ ഡോക്ടർ എല്ലാവരും ഉണ്ടായിരുന്നു. കൊച്ചിന് പിന്നെയും ഇങ്ങനെ വന്നപ്പം ഒരു ഡോക്ടറല്ല, പെട്ടെന്ന് എല്ലാ ഡോക്ടർമാർക്കും ഒരു കൺഫ്യൂഷൻ, എന്താണ് ഇവർക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കാണും എന്നുള്ള ഒരു കൺഫ്യൂഷൻ. ഞാൻ മാത്രം അവിടെ കൊച്ചിനെ കൊണ്ട് പോകണമുണ്ട് എൻ്റെ കൂടെ ഒന്നും കൂടുതലായിട്ടൊന്നും പറയില്ല. എന്നോട് ചോദിക്കും കൂടെ ആരുമില്ല എന്ന്. ഞാൻ പറയില്ല, ആരുമില്ല എന്ന്. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. ഞാനായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കൊച്ചിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് കരയുകയാണ്. അഡ്മിറ്റ് ആക്കുമ്പോൾ ഇത്രയും ദൂരം SIT വന്നിട്ട് തിരുവനന്തപുരം ഭാഗത്താണ്, എൻ്റെ വീട് വന്നിട്ട് പാറശാല, ആരും ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ, ആരും ഇല്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ. ഇവരെല്ലാവരും കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് എൻ്റെ മോക്ക് എന്താണെന്നുള്ള ഒരു ഭയമുണ്ട്. എന്നാലും അതങ്ങ് മാറ്റി. അവർ എൻ്റെ അടുത്ത് അങ്ങനെ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ആശുപത്രിയിൽ അവർ CT എടുക്കാൻ വിട്ടു. അപ്പോൾ CT എടുക്കാൻ സ്കാൻ അവിടെ കൊണ്ടുപോയപ്പോൾ ഡേറ്റ് അവർ നല്ല ലേറ്റാക്കി തന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് CT എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രിയുടെ അകത്ത് തന്നെ ഒരു ലാബ് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി CT എടുത്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആണ് അവർ പറഞ്ഞത്, ആദ്യം പറഞ്ഞല്ലോ എന്തോ ആഹാരം കഴിച്ച് കൊച്ചിന് ശ്വാസകോശത്ത് എന്തോ ഉണ്ട്
ആഹാരത്തിൻ്റെ അംശങ്ങളാണ് ഇരിക്കുന്നത്, ഒരു കടലയുടെ രൂപത്തിൽ എന്തോ അംശം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കടല അത് എടുത്താൽ അങ്ങ് മാറും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും അറിയില്ല, ഞാനൊരു മന്ദബുദ്ധി ആയതുകൊണ്ട് കൂടുതലായിട്ട് അതിനെ ഒരു ഇത് വില കൊടുത്തില്ല, അത് കാര്യമായിട്ട് എടുത്തില്ല എന്നാണ് സത്യം. അപ്പോൾ എന്തോ ആഹാരം എടുക്കാം ഇവിടെ എന്തോ ആഹാരം കൊച്ചിലെ എന്തോ എടുത്ത് വിഴുങ്ങിയതാണ് എന്നാണ് പറഞ്ഞത്. കൊച്ചിനെ ഇഴഞ്ഞുകൊണ്ട് നടക്കുന്ന ഭാഗത്ത് ആ സമയത്ത് എന്തോ എടുത്ത് വിഴുങ്ങി അത് ശ്വാസകോശത്ത് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഞാനും അത് എടുക്കാം, നമുക്ക് വേറെ കുഴപ്പമില്ല, അമ്മ വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും അത് ദൈവകൃപയിൽ അങ്ങ് മാറും എന്ന് വിചാരിച്ചു. അപ്പോൾ അവർ CT എടുത്തപ്പോൾ ഒരു അഡ്മിറ്റായിട്ട് അവർ ഇഞ്ചക്ഷനും എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഡോക്ടർ, സീനിയർ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കുഞ്ഞിന് കാര്യമായിട്ട് അസുഖമുണ്ട്, കുഞ്ഞിനെ ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കണം. അപ്പോൾ എനിക്കൊരു ചെറിയൊരു കത്തലുണ്ട്, എന്താണ് എനിക്ക് എല്ലാം വാങ്ങിക്കൊടുക്കണം എന്താണ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വേറെ കുഞ്ഞുണ്ടോ, വേറെ മോളുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ, വേറെ ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാം വാങ്ങിക്കൊടുക്ക്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന്. അതിന് ശേഷമാണ് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങളെ പാറശാല ആ ഭാഗത്തേക്ക് എന്നെ വെച്ചാൽ ഇവിടെ ഇൻഫെക്ഷനാവും, കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ പാറശാലയിലേക്ക് ഡിസ്ചാർജ് ആക്കി അവിടെ അഡ്മിറ്റാക്കി അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അവിടെ നിന്നും എനിക്ക് ടെൻഷനൊന്നുമില്ല, പക്ഷേ ഞാൻ ആഹാരം കഴിക്കില്ല, പക്ഷേ കുളിക്കില്ല, അങ്ങനെയുള്ള ഒരു ടെൻഷൻ. പക്ഷേ മാനസികമായിട്ട് എനിക്ക് ധൈര്യമാണ്, എന്താ വന്നാലും നോക്കാം, വേറെ കുഴപ്പമില്ല. കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, വേറെ കുഴപ്പമില്ല മക്കളെ, നീ ഇത് കഴിച്ചോ എന്ന്, എന്ത് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യും, ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. എന്നിട്ടും എൻ്റെ ചേച്ചി എടുത്ത് ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ മോൾക്ക് എന്ത് പറ്റി, ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ ഇതെല്ലാം ഇവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് അവർ പറയും വേറെ ഒന്നുമില്ല, പ്രാർത്ഥിയിരെന്ന് പറയും. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഇവളെ കൊണ്ട് നേരെ വേറെ ആശുപത്രി അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് അവിടെ നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാ ഇഞ്ചക്ഷനും എല്ലാം എടുത്തതിന് ശേഷം ഒരു എക്സ്റേ കൂടെ എടുത്ത് നേരെ SITയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ നിന്ന് ഇഞ്ചക്ഷനെല്ലാം പൂർത്തിയാക്കിയിട്ട് എക്സ്റേ എടുത്ത് തിരിച്ച് കൊണ്ടുപോയി. അത് കടലയുടെ രൂപം അന്ന് വരെ തെളിയാത്ത അത് അല്പം കൂടെ എക്സ്റേയിൽ അല്പം കൂടെ ക്ലിയറായിട്ട് അത് തെളിഞ്ഞ് കാണുകയും അത് തിരിച്ചു കൊണ്ടു കൊടുത്തപ്പം എല്ലാ ഡോക്ടർമാർക്കും കൂടുതൽ ബോധ്യമായി, എന്തോ അവൾക്ക് അസുഖമുണ്ട് എന്തെങ്കിലും. അപ്പം എനിക്കും വേറെ എൻ്റെ അടുത്ത് പറയാണ് വേറെ പ്രശ്നമില്ല എന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും ശരി കുഴപ്പമില്ലല്ലോ, അല്ലേ മാതാവ് കൂടെയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഡിസ്ചാർജ് ആക്കി എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രോങ്കോസ്കോപ്പി അവൾക്ക് ചെയ്യേണ്ടി വരും, അതുകൂടെ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ഡേറ്റ് ഇല്ല, അതുകൊണ്ട് ഡിസ്ചാർജായി പോയിട്ട് വേറൊരു ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ കാര്യം പിന്നീടാണ് നിയോഗമായിട്ട് അസുഖം മാറണം എന്ന് ഞാൻ വച്ചിരുന്നത്. അപ്പോൾ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇനിയും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കൂടെ വരുന്നുണ്ടോ എന്ന്. അപ്പോഴാരും ഇല്ല, കൂടെ വരാൻ ആരുമില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഈ ഭാഗത്തേക്ക് വരാൻ അല്പം പേടിയുണ്ട്, കാരണം എൻ്റെ വീട്ടിൽ ഈ കൊച്ചിനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ചേട്ടൻ്റെ അമ്മയും അങ്ങനെ വിടൂല. എൻ്റെ വീട്ടിൽ അവരും പറഞ്ഞു കൊച്ചിന് വയ്യാത്തല്ലേ, അങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതില്ല, എൻ്റെ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണ്. കാരണം കുഞ്ഞിനെ വയറ്റിലാകുമ്പോൾ മുതൽ ഞാൻ ദൈവത്തിന് മാതാവിൻ്റെ അടുത്ത് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവ് ഒരു കുഞ്ഞെങ്കിലും എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയ മോളാണ് ഇവള്. അതുകൊണ്ട് മാതാവ് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് പേടി എന്നുള്ള സംഭവം എനിക്ക് അപ്പോഴില്ലായിരുന്നു. എങ്ങനെയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കുക, അച്ഛനെ കാണണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ അന്ന് രാത്രിയിൽ ഇവിടെ വന്നു. ഒരു രാത്രി വെളുപ്പാങ്കാലം 1:10 ഇവിടെ എത്തിയപ്പം സെക്യൂരിറ്റിക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ഗേറ്റ് തുറന്നു വന്ന്. അന്നിവിടെ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിടന്നു. പിറ്റേന്ന് രാവിലെ വന്നു ഉടമ്പടി പുതുക്കിയിട്ട് ഞാനങ്ങ് പോയിട്ട് അവിടെ ബ്രോങ്കോസ്കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതുക്കിയതിന് ശേഷം തന്നെ പോയപ്പം മാതാവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, മാതാവേ നീ വരണേ,
എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. എനിക്കൊരു പേടിയുണ്ട് പിന്നീട് മനസ്സിൽ. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവിൻ്റെ കൂടെ ഉണ്ടാവണേ, എനിക്ക് വേറെ ആരുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അതിന് മുമ്പായിട്ട് ഇവർക്ക് പനി ഇടയ്ക്ക് ഡിസ്ചാർജ് ആയതിന് ശേഷവും പിന്നെ പനി വന്നു. പനി വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൂടുതൽ ജപമാല പറയും. ഒരു ദിവസം ഇവൾ കിടന്ന് ഉറങ്ങിയപ്പോൾ നല്ല പനി. അപ്പോൾ ഞാൻ ഇവൾക്ക് ഗുളിക കൊടുത്തിട്ട് മാതാവിൻ്റെ ഉപ്പുമൊക്കെ എടുത്ത് കൊടുത്ത് ഇവളെ എണ്ണയും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഇവളടുത്തിരുന്ന് ഞാൻ ജപമാല പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ജപമാല പറഞ്ഞു, 2 ജപമാല പറഞ്ഞു. 3ാമത്തെ ജപമാലയിൽ എന്നോട് സംസാരിക്കണേ, ഷൈനി നിന്നെ മറക്കൂല, ഷൈനി നിന്നെ മറക്കൂല. അങ്ങനെ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് തന്നെയാണ് ഇത് സംസാരിക്കുന്നതെന്ന്. അപ്പോഴേ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ ഈ ജപമാലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ അമ്മ, ഞാൻ മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാൻ പറ്റും, എനിക്ക് നിത്യത്തിൽ അമ്മയെ യേശുപ്പയെ അടുത്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതിയത്. എന്നിട്ടും എനിക്ക് ഈ ചിന്ത വരുന്നില്ല, മോളുടെ കൂടെ മോൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖത്തിന് കൂടെ നിൽക്കുമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലേക്ക് വരുന്നില്ല. എന്നാലും ഞാൻ അത് കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നീട് ഞാൻ ഇവിടെ ബ്രോങ്കോസ്കോപ്പി ചെയ്യേണ്ടതിൻ്റെ അന്ന് രാവിലെ ആശുപത്രി കൊണ്ടുപോയി. എല്ലാവരും വന്നു. എല്ലാവരും സാക്ഷ്യത്തിൽ കേൾക്കും പോലെ ഞാനും പറഞ്ഞു, മാതാവേ നീ വരുവാണെങ്കിൽ ഒരു ഗ്രേ കളറിട്ട ഒരു ഡ്രസ്സിട്ട ഏതെങ്കിലും ഒരാൾ വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് വന്നതിൽ ഭൂരിഭാഗം ഡോക്ടർമാരും 3 ഡോക്ടർമാരുണ്ടായിരുന്നു. 3 ഡോക്ടർമാരും ഗ്രേ കളറായിരുന്നു ഡ്രസ്സ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് കൂടെ ഉണ്ടെന്ന്. ഇവളെ ബ്രോങ്കോസ്കോപ്പിക്ക് കയറ്റി. പക്ഷെ പുറത്തിരുന്ന് ഞാൻ പൊട്ടിക്കരയായിരുന്നു. കരയല്ല, പക്ഷേ കരയും മാത്രമല്ല, ജപമാല പറയണോ എനിക്ക് പുറത്തിരുന്നിട്ട്, എന്തെന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല, എന്താണ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ജപമാല എടുത്തിട്ട് ഞാൻ പറയണം, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയെന്ന് അത്രയും തന്നെ പറഞ്ഞു ഞാനിരിക്കുകയായിരുന്നു. ഞാൻ പൊട്ടിക്കരയായിരുന്നു അവിടെ ഇരുന്നുണ്ട്. അപ്പോഴേ എല്ലാവരും, അപ്പോൾ ഈ NICയിൽ കിടന്ന ആൾക്കാർ മദറൊക്കെ വന്നിട്ട് പറഞ്ഞു, എല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, പേടിക്കണ്ട, അവൾക്ക് ഒരു കുഴപ്പവുമില്ല, ധൈര്യമായിട്ടിരിക്കുക, ഇതുപോലെ ആൾക്കാരൊക്കെ വരും, വേറെ കുഴപ്പമില്ല. ഇവളുടെ സൗണ്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്യുമ്പോൾ ഞങ്ങളെ പുറത്താക്കും. അമ്മയും അത്രയും നേരം വരെ എന്നെ അവളടുത്ത് നിർത്തിയിട്ട് ആ സമയമാകുമ്പോൾ നമ്മളെ പുറത്താക്കിയപ്പോൾ അവളുടെ സൗണ്ട്, അവളുടെ കരച്ചിൽ കുറച്ച് കേട്ടപ്പോൾ മുതൽ എനിക്ക് കൂടുതൽ ടെൻഷനായി. എന്നിട്ട് പുറത്ത് ഇവളെ കൊണ്ടുവന്നതിന് ശേഷം ഡോക്ടർമാർ, അതിന് മുമ്പായിട്ട് ഒരു സിസ്റ്റർ ഓടി വന്നിട്ട് പറഞ്ഞ്, എന്തിനാ നീ പേടിക്കുന്നത്, നമ്മൾ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെയല്ലേ, പേടിക്കേണ്ട, ധൈര്യമായിരിക്കും, അവൾക്കൊന്നുമില്ലയെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ സന്തോഷം തന്നെ തോന്നിയത്. എന്നിട്ട് ഡോക്ടർമാരോട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എന്തിന് കരയുന്നത്, അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് അവർ തന്നു, എല്ലാം നോർമൽ എന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. അത് ബ്രോങ്കോസ്കോപ്പി ചെയ്തിട്ട് അവർ എൻ്റെ ഡോക്ടർമാർ എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുമ്പോൾ അവളുടെ ശ്വാസകോശത്ത് ഒരു കടലപോയിലിരിക്കുന്ന ഒരു സിസ്റ്റ് അവിടെ ആ ഭാഗത്തില്ല, എല്ലാം നോർമലെന്ന് ഇത് പേപ്പറിൽ എഴുതി എനിക്ക് തരികയും ചെയ്തു. വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്ത് എൻ്റെ ചെറിയൊരു അവൾക്ക് മിനിമം ഇഷ്ടം ഉണ്ടാവും. അവളെ മയക്കിയിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അത് എണീറ്റിട്ട് പിറ്റേന്ന് തന്നെ ഒരു എക്സ്റേ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് തന്നെ രാവിലെ തന്നെ ഒരു എക്സ്റേ എടുത്തു. അതിൽ യാതൊരു കുഴപ്പമില്ല, ഒരു കടലയുടെ ഒരു ഭാഗവും ഇല്ല, ഒരു സിസ്റ്റും ഇല്ല. ദൈവം വലിയ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. കാരണം വെച്ചാൽ എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ. അത് മാതാവിനും ഉണ്ണീശയ്ക്കുമൊക്കെ അറിയാം. ഞാൻ എൻ്റെ അമ്മയെ പോലെയും ഉണ്ണീശയെ എൻ്റെ ഒരു മോനെ പോലെയൊക്കെയാണ് ഞാൻ കരുതിയിരിക്കുന്നത്. കാരണം വെച്ചാൽ ഉണ്ണീശയെ ഞാൻ അങ്ങനെയാണ് കരുതിയത്. ഉണ്ണീശയെ ഞാൻ പറയും, ഉണ്ണീശയെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ, എൻ്റെ കൂടെ ഉണ്ടാവണേ ഉണ്ണീശയെ, നീ എൻ്റെ കൂടെ ഉണ്ടാവണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഇതുപോലെ വലിയ അത്ഭുതങ്ങൾ തന്നെ എൻ്റെ ജീവിതത്തിൽ പല സമയത്തും നടന്നിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നപ്പം പിന്നെയും കൊച്ചിന് ചെറിയൊരു പനി പോലെ വന്നു. അതുകൊണ്ട് പിന്നെ അന്ന് സാക്ഷ്യം പറഞ്ഞില്ല.
അപ്പോൾ പിന്നെ ഉടമ്പടി പുതുക്കിയിട്ട് ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ അവളുടെ തൊട്ടിട്ട് പറഞ്ഞ്, വേറെ ഒന്നും പറഞ്ഞില്ല, ചിരിക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് അവളെയും ബ്ലെസ്സിങ് ചെയ്തു, എന്നെയും ബ്ലെസ് ചെയ്തു. ഞാൻ വീട്ടിൽ പോയി. 1 മാസം കഴിഞ്ഞപ്പം എൻ്റെ പച്ച മെഴുകുതിരിയിൽ ഒരു ഹാർട്ടിൻ്റെ രൂപം, അതിൽ വന്നിട്ട് 3, 4, 5 ഡേറ്റുകൾ ഇങ്ങനെ കാണുന്നു. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഇതെന്താണോന്നോ എനിക്കറിയില്ലല്ലോ. അന്ന് ആ സമയത്തും കൊച്ചിന് ശ്വാസമുട്ടലുണ്ടായിരുന്നു, അലർജി രോഗം പോലെ അവൾക്ക് ചെറിയ ചുമ, കഫം അങ്ങനെയുള്ളതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ആ 3 എന്ന് പറഞ്ഞ ഡേറ്റ് ആയപ്പം പുതിയതായിട്ട് ഞാൻ മരുന്ന് വാങ്ങി. ഇവക്ക് ശ്വാസമുട്ടലിന് ആവി പിടിക്കാൻ വേണ്ടിയുള്ള മരുന്നും പനിക്കുള്ള മരുന്നും എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് എനിക്ക് അന്ന് ഞാൻ നോക്കിയപ്പം ഇവക്ക് വേറെ കുഴപ്പമില്ലല്ലോ, എന്തിന് ഞാനിങ്ങനെ ആവി പിടിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തോന്നി. അപ്പോൾ പിന്നെ അവൾക്ക് ആവി പിടിച്ചില്ല. അന്ന് ഞാൻ ആ മരുന്ന് പൊട്ടിക്കുകയോ പറക്കുകയോ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഈ കൊച്ചിന് ശ്വാസമുട്ടലിൻ്റെ ഇത് മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു, അതെല്ലാം നിർത്തി തന്നു. ഇതിൽ ഒരു വലിയ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ നടത്തിയതിന് പരിശുദ്ധ യേശുവിനും അമ്മയ്ക്കും കോടാക്കോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തി വന്നിട്ട് ഞാൻ ചോറ് എല്ലാ ആഴ്ചയിലും ഒരു പൊതി ചോറെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കും. അതുപോലെ ഒരു മാസത്തിൽ 5 പേർക്ക് ആശുപത്രിയിൽ 5 പേർക്ക് ഞാൻ ഫുഡ് തയ്യാറാക്കി കൊടുക്കും. പിന്നെ എനിക്കൊരു വണ്ടിയുണ്ട്. ഞാൻ എവിടെ പോയെന്നാലും ആരെങ്കിലും വയസ്സായ ആൾക്കാർ, ഏതെങ്കിലും ആൾക്കാർ ഇങ്ങനെ നടന്നു പോവുക കണ്ട അവരുടെ അടുത്ത് ചോദിക്കും വരുന്നുണ്ടോ, നമ്മൾ അവിടെ വരെ പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയറാൻ പറയും. അങ്ങനെ കയറി എത്ര പേര് അങ്ങനെ പറയും. വയസ്സായ ആൾക്കാർ, മക്കളെ നിനക്ക് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞു എൻ്റെ ദൈവം ഞാൻ പറഞ്ഞു, ഞാനത് നിർത്തി അമ്മയെ കയറ്റിയെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ യേശുവിൻ്റെ നാമത്തിലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയി SATയിൽ അപ്പോഴും അഡ്മിറ്റായിരുന്നു. ഏകദേശം ഒരു 1.5 മാസം വരെ അഡ്മിറ്റായിരുന്നപ്പോൾ ആ സമയത്ത് SATയിൽ ആശുപത്രിയിൽ ആൾക്കാർ ചോറ് വാങ്ങിക്കാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ അവിടെ കൊണ്ടു കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ, പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ എന്നാൽ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. ഈശോയ്ക്ക് അമ്മയ്ക്കും കോടാക്കോടി നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. യേശു പത്രോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ സ്പർശിച്ചു. പനി അവളെ വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. ഷൈനി എന്ന ഈ അമ്മ തൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രത്യക്ഷീകരണ സാക്ഷിയായി അൾത്താരയിൽ കയറി വന്നതെന്ന് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയുന്നത്. മകൾക്ക് 9 തവണ ന്യൂമോണിയ വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഇതെന്തുകൊണ്ടാണ് വീണ്ടും ഈ പനി വരുന്നതെന്നറിയാതെ വളരെ സങ്കടപ്പെട്ട ഒരവസ്ഥയിൽ തനിക്കിവിടെ വരാനും വളരെ ദൂരത്ത് നിന്ന് വന്നു പോകാനുള്ള പല തടസ്സങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി പുതുക്കിയാൽ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുമെന്നുള്ളൊരു വലിയ ആത്മധൈര്യമായിരുന്നു ഉടമ്പടി ഉറച്ചു വിശ്വസിക്കാനുള്ള ഈ മകൾക്ക് ബോധ്യം ലഭിച്ചത്. ഷൈനി തന്നെ പല പ്രാവശ്യം പറയുന്നു, ഞാനൊരു മന്ദബുദ്ധിയാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബുദ്ധിയും നല്ല ആത്മധൈര്യവുമുള്ളവർ മാത്രമേ ഉടമ്പടി എടുക്കാവൂ എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം അതൊരു ജീവിത രീതിയാണ്. ഈ അമ്മയ്ക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിക്കുന്നതിൻ്റെയും ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മ നൽകുന്ന മാർഗദർശനങ്ങൾ കൃത്യമായി പാലിക്കുവാനും സാധിക്കുന്നത് ഒരു ബുദ്ധിയുള്ള വ്യക്തിയായതുകൊണ്ടാണെന്ന്, ബോധ്യങ്ങളുള്ള ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഷൈനിക്ക് അത് സാധ്യമായതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കാം. ഇവർ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളിലൂടെ കടന്നുപോയെങ്കിലും രോഗം എന്തുകൊണ്ടാണ് ഈ പനി മാറാത്തത് എന്ന് കണ്ടുപിടിക്കാനായിരുന്നില്ല. ഉടമ്പടി പുതുക്കിയപ്പോഴാണ് ഈ മകൾക്ക് വലിയ ദർശനങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകിക്കൊണ്ട് ഈ അമ്മയോട് തന്നെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, ഷൈനി, ഞാൻ നിന്നെ മറക്കുകയില്ല. ഇപ്പോൾ ഷൈനിക്ക് ചിന്തിച്ചത്, ഇനി എൻ്റെ ഈ ലോകജീവിതം അവസാനിക്കാറായി, ഞാൻ വളരെ കൃത്യമായി ഉടമ്പടി പാലിച്ചതുകൊണ്ട് എനിക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി എന്നാണ് ഈ മകൾക്ക് തോന്നിയത്.
പക്ഷേ പരിശുദ്ധ അമ്മയുടെ ജന്മദിനത്തിന് നൽകിയ ഈ കുഞ്ഞിനെ ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ ജീവൻ നൽകി അനുഗ്രഹിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. തിരിയിലൂടെ മകൾക്ക് 3 എന്ന ഡേറ്റ് കാണിക്കുകയും വളരെ കൃത്യമായി ബ്രോങ്കോസ്കോപ്പിയിലേക്ക് ടെസ്റ്റിലേക്ക് കടന്നു ചെന്നപ്പോൾ വളരെ ചെറുപ്പത്തിലുണ്ടായ ഒരു ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിലുണ്ടായ മകളുടെ ശ്വാസകോശത്തിൻ്റെ തടസ്സം, അവിടെ ഒരു കടല പോലെ എന്തോ ഉള്ളൊരു മാംസപിണ്ഡം അവിടെ ഇല്ലാതായി, അവിടെ കാണുന്നില്ല എന്നൊരു വലിയ റിപ്പോർട്ട് മകൾക്ക് വളരെ സന്തോഷത്തോടെ ഡോക്ടേഴ്സ് തിരിച്ചു നൽകിയത്. അതിനുള്ള എല്ലാ സാമീപ്യവും ഗ്രേ കളറിലുള്ള പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി സ്വപ്ന ദർശനങ്ങളിലൂടെയും സംസാരത്തിലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും എല്ലാം പരിശുദ്ധ അമ്മ വളരെയധികം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരുന്നു. ഷൈനിക്ക് ലഭിച്ച ഒരു വലിയ സാക്ഷ്യത്തിന് നമുക്ക് ഇതിനെ തരംതിരിക്കുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഉടമ്പടി പുതുക്കിയപ്പോഴാണ്. ഈ മകൾ ഈശോയെ കൈവിട്ടു പോവുകയില്ല എന്നുള്ള വലിയ ഒരു ഉറപ്പ്, ബോധ്യം പരിശുദ്ധ അമ്മയ്ക്ക് നൽകുമ്പോഴാണ് നമ്മുടെ ആ ഗ്രീൻ സിഗ്നൽ നൽകിക്കൊണ്ട് ഈശോയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ കൈമാറുന്നത്. ഇവിടെയാണ് ഷൈനിയുടെ മകൾക്കുള്ള സൗഖ്യം നൽകിയതും വളരെ പൂർണ്ണ ആരോഗ്യവതിയായി മെഡിക്കൽ റിപ്പോർട്ടോടുകൂടി ഈ വേദിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്നുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നത്. നമ്മുടെ എല്ലാ രോഗാവസ്ഥയെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. എത്ര തന്നെ ജീവിതഭാരം ആയിട്ട് നമ്മളിവിടെ കടന്നു വന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഉടമ്പടിയിലൂടെ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഈശോ ഷൈനിയുടെ കുടുംബത്തിന് നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവാൾത്താരയിൽ ഈ ജനങ്ങളോട് പരിശുദ്ധമ്മ എനിക്ക് നൽകിയ അനുഭവസാക്ഷ്യം പങ്കുവെക്കാൻ അവസരം ചെന്ന ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജാൻസി സെബാസ്റ്റ്യൻ. ഞാൻ പള്ളിപ്പുറം മഞ്ഞമാതാ ബസിലിക്ക കുടുംബാംഗമാണ്. എൻ്റെ മകൾ മേരി ജിൻസി, അവളും പള്ളിപ്പുറം തന്നെയാണ്. എൻ്റെ സാക്ഷ്യം, എൻ്റെ മകനെ ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി കാനഡയിൽ പോകാൻ ലോണിന് വേണ്ടി ആധാരവുമായി ഞാൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ ആധാരം നോക്കിയിട്ട് അവർ പറഞ്ഞു ഇതിനെ പോക്കുവരവ് നടത്തിയിട്ടില്ല. ഞാൻ ആധാരവുമായി വില്ലേജിലേക്ക് കൂടി. വില്ലേജിൽ പറഞ്ഞു ഇത് കൊച്ചി താലൂക്കിൽ പോകണം, കാരണം 26 വർഷമായി ഈ ആധാരത്തിൻ്റെ പോക്കുവരവ് ചെയ്തിട്ട്. എനിക്കാകെ സങ്കടമായി. ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മ മാതാവേ, മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുവാൻ എന്നും സന്നദ്ധയുള്ള അമ്മ എൻ്റെ കൂടെ വരണം, അമ്മ എനിക്കിത് സാധിച്ചു തരണം. ഞാൻ പക്ഷേ കൃപാസനം പത്രം എടുക്കാൻ മറന്നുപോയി. ആധാരവുമായി ഞാൻ വില്ലേജിലേക്ക് പോയി. അവരെന്നെ വീണ്ടും പറഞ്ഞു വിട്ടു. 3-ാം തവണ ഞാൻ വീട്ടിൽ ചെന്ന് പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും കൃപാസനപത്രം ആധാരം വയ്ക്കുന്ന കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ ഓഫീസറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് എന്തായാലും ഇത് സാധിച്ചു തരണം. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതിലിടപെടണം. അത്ഭുതമെന്ന് പറയട്ടെ, 26 വർഷമായി പോക്കുവരവ് ചെയ്യാതിരുന്ന ആ ആധാരം 1 മാസത്തിനുള്ളിൽ എനിക്ക് അത് പോക്കുവരവ് ചെയ്ത് കിട്ടി. അതിനുശേഷം വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ഞാൻ പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ സമീപിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ ആധാരത്തിൽ വഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വീണ്ടും അത് റിജക്റ്റായി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ കാറ് കൊണ്ടുപോയിരുന്നത്. നടവഴി മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. പരിശുദ്ധ അമ്മ മാതാവേ, ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞി, സമ്പന്നനായ ഈശോയുടെ അമ്മേ, എനിക്ക് വഴി തരണം എന്ന് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപം മെയിൻ റോട്ടിൽ നിസാൻ കയറുന്ന വഴി എനിക്ക് ലഭിച്ചു തരണമെന്ന് പറഞ്ഞ് ഞാനത് സ്ഥാപിച്ചു പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ജപമാല റാലിയിൽ മുടങ്ങാതെ ഞാൻ പങ്കെടുത്തിരുന്നു. ആ റാലിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പറയും, പരിശുദ്ധ അമ്മയോടൊപ്പം ഞാൻ ഈ വഴിയിലൂടെ നടക്കുന്നു, എനിക്ക് അത്ഭുതകരമായി ഒരു വഴി തരും എന്നെനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ വാ. അങ്ങനെ ഞാൻ അധികം പ്രാവശ്യം
ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ജപമാല റാലിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം നടന്നു. ഒരു ദിവസം എനിക്കൊരു പാർലറാണ്. ആ പാർലറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പുറകുവശത്ത് ഒരാളുടെ വീടിൻ്റെ പുറകുവശം വൃക്ഷങ്ങളെല്ലാം വെട്ടി മാറ്റുന്നത് കണ്ട് ഞാൻ ചോദിച്ചു, എന്താ ഇത്? അപ്പം ഞങ്ങൾ ആ വീട്ടുകാർക്ക് വഴി കൊടുത്തു. ഞാൻ ഓടിപ്പോയി പരിശുദ്ധ അമ്മയുടെ ഉപ്പെടുത്ത് ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ തൂകി, പരിശുദ്ധ അമ്മ മാതാവേ, നീ ഇവിടെ അത്ഭുതം പ്രവർത്തിക്കണം, ഞങ്ങളെ സഹായിക്കണം എന്ന്. അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ, അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വ്യക്തിയെ കാണുകയും അവരെന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു നന്നായി, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്തായി വഴിയില്ലേ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് വഴിയില്ല, എന്നാലും സാരമില്ല, ദൈവം ഏതെങ്കിലും ഒരു വഴി എന്നെ നടത്തും. അരമണിക്കൂറിനുള്ളിൽ ആ വ്യക്തി എന്നെ വിളിക്കുകയും നിങ്ങൾക്ക് വഴി തരാമെന്ന് പറയുകയും ചെയ്തു. ആ മതിലിനപ്പുറം തോടാണ്, വലിയൊരു തോടാണ്. എനിക്ക് ഒട്ടും അറിയില്ല. ഞാൻ പല വഴിക്കായി പല സ്ഥലങ്ങളിലും മുട്ടിയിരുന്നു, എനിക്ക് കിട്ടിയില്ല. പരിശുദ്ധ അമ്മ വളരെ അത്ഭുതകരമായിട്ട് അമ്മ തന്ന് എന്ന് പറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എനിക്കും അതാണിഷ്ടം. അമ്മ തന്നതെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണം. ആ മതിൽ പൊളിച്ച് തോടിന് കുറുകെ പാലം പണിത് നിസാൻ വണ്ടി കയറുന്നതിലും വീതിയുള്ള നല്ലൊരു വഴി 2 സെൻറ്റിന് 4 ലക്ഷം രൂപയ്ക്ക് പരിശുദ്ധ അമ്മ ആധാരം ചെയ്ത് എനിക്ക് തന്ന് പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണെന്ന് എന്നെ വെളിപ്പെടുത്തിക്കൊണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങളുടെ അമ്മ മരിച്ചു. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണം. അതിന് വില്ലേജിൽ ചെന്ന് പോക്കുവരത്ത് 2ാമത് ചെയ്തു. അത് ശരിയായി. പഞ്ചായത്തിൽ ചെന്ന് ഓണർഷിപ്പ് മാറ്റിയപ്പോൾ പറയുന്നു ആ വീട് വേറൊരു വ്യക്തിയുടെയാണെന്ന്. പരിശുദ്ധ അമ്മ മാതാവേ, വാ നമുക്ക് പോകാം, എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ നെറ്റിയിൽ ഉടമ്പടി തൈലം പൂശുകയും കൃപാസനത്തിലെ വെഞ്ചിരിച്ചുപ്പ് കയ്യിൽ പിടിക്കുകയും പത്രവുമായിട്ട് ഞാൻ വീണ്ടും ആധാര എഴുത്തുകാരൻ്റെയും പഞ്ചായത്തിലും കയറിയിറങ്ങി. പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആധാരം എഴുതണം. ഞാൻ പറഞ്ഞു ഭാഗം തന്നാൾ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കതൊന്നും അറിയണ്ട, നിങ്ങൾ ആധാരം എഴുതണം. ഞാൻ പരിശുദ്ധമ്മയോട് പറഞ്ഞ് സമ്പന്നനായ ഈശോ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനു പേടിക്കണം? ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തരും. അങ്ങനെ 1 മാസത്തിനുള്ളിൽ എനിക്ക് ഓണർഷിപ്പ് എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ ആ വീടിന് ലഭിച്ച് പരിശുദ്ധ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൻ കാനഡയിൽ പോകുന്നതിന് മുമ്പ് വലിയൊരു ഇടിമിന്നൽ രാവിലെ എൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുകയും വാർക്ക തുളഞ്ഞ് വീടിൻ്റെ ഇലക്ട്രിസിറ്റി ഫുള്ള് കത്തിപ്പോവുകയും മെയിൻ സ്വിച്ചൊക്കെ തെറിച്ച് ആകെ പുകയും തീയുമായിരുന്നു എൻ്റെ വീട്ടിൽ. എൻ്റെ ഭർത്താവ് ഒരു തയ്യൽക്കാരനാണ്. ആ മെഷീൻ കത്തി. പക്ഷെ അത്ഭുതകരമായി 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ ഭർത്താവിനെ ആ മെഷീനിൽ നിന്ന് മാറ്റുകയും എന്നെയും എൻ്റെ അമ്മയെയും എൻ്റെ മകനെയും ആ വീടിൻ്റെ സേഫായ ഒരു സ്ഥലത്തേക്ക് 1 സെക്കൻഡിനോടെ മാറ്റുകയും ചെയ്തതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ മാതാവ് ഇടപെട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റില്ല. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു, മോനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഞാനപ്പോൾ ഈശോൻ്റെയും പരിശുദ്ധമ്മ മാതാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് യേശുവേ സ്വസ്ത്ര, യേശുവേ നന്ദി, ഞങ്ങൾക്ക് തന്ന ദാനങ്ങൾക്കും നന്മകൾക്കും പരിശുദ്ധമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ജീവിതവും തന്നു. ഇനി എല്ലാം ഈശോയുടെയും പരിശുദ്ധമ്മ മാതാവിൻ്റെ കരങ്ങളിലാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു മെസ്സേജ് ലഭിക്കുകയുണ്ടായി. അപ്പം ഞാൻ മകനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഇന്നത്തെ ദുഃഖത്തിന് നാളെ ഒരു സന്തോഷം. എൻ്റെ മകൻ എന്നെ അന്തം വിട്ട് നോക്കി, ഈ അമ്മ എന്താ പറയുന്നത്? ഇത്രയും പുകയും തീയുമായിരുന്ന സമയത്ത് നാളെ സന്തോഷമോ എന്നുള്ള ഭാഗത്തിൽ. പക്ഷേ ആ സമയം പിറ്റേ ദിവസം ആ ഇടിമിന്നൽ വന്ന സമയം തന്നെയാണ് എൻ്റെ മകനെ കാനഡയിൽ പോകാനുള്ള വിസ ലഭിച്ചത്. അങ്ങനെ പരിശുദ്ധ അമ്മ മാതാവ് അമ്മയുടെ അടുത്ത് വരുന്നു പ്രാർത്ഥിക്കുന്നവരെ കൈവിടില്ല എന്നുള്ള ഒറ്റ തെളിവാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ജീവനോടെ എൻ്റെ കുടുംബവും നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് എൻ്റെ മകളുടെ സാക്ഷ്യമാണ്. എൻ്റെ മകൾ 10 വർഷത്തോളമായി ബിടെക് ട്രിപ്പിൾ ആയിരുന്നു അവൾ പഠിച്ചത്. നല്ല ഇതിൽ പാസ്സായതാണ്. PSCയും മറ്റ്
പരീക്ഷകളും എഴുതി, ചിലതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് നടന്നില്ല. ബാങ്ക് കോച്ചിങ്ങാണ് കൂടുതലായിട്ട് അതിനുശേഷം അവൾ ചെയ്തത്. അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മ മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മ മാതാവേ, എൻ്റെ മകൾ ഒരു എൻജിനീയറായി കാണണമെന്നാണ് എനിക്ക് ആഗ്രഹം. പരിശുദ്ധ അമ്മ മാതാവ് അത് സാധിച്ചു തരണമെന്ന്. അപ്പോൾ എൻ്റെ മകൾ ഒരു ദിവസം എന്നെ വിളിക്കുകയാണേ, അമ്മേ നമുക്ക് പോകാം, റെസ്യൂം കൊടുക്കാം. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ബാങ്ക് എന്ന് പറഞ്ഞിരുന്ന എൻ്റെ മകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയുകയാണ് റെസ്യൂം കൊടുക്കാം. ഞാനും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ കാശുരൂപവും പത്രവും ഉപ്പും എല്ലാം കയ്യിൽ പിടിച്ചു. മോളും അതുപോലെ എൻ്റെ ഉടമ്പടിയിലാണ്, അവളും അത് കയ്യിൽ പിടിച്ചു. ഞങ്ങൾ 2 സ്ഥലത്ത് റെസ്യൂം കൊടുക്കാൻ പോയി. ഒരു സ്ഥലത്ത് ജൂലൈയിലെ ജോലി ലഭിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു വേറൊരു സ്ഥലം കൊണ്ടുണ്ട്, നമുക്കവിടെ കൊടുക്കാം. കേരളത്തിലെ തന്നെ നമ്പർ 1 ഇലക്ട്രിക്കൽ ഡിസൈൻ കമ്പനിയായ ആ കമ്പനിയിൽ റെസ്യൂം കൊടുത്തു. പിറ്റേ ദിവസം തന്നെ അവിടുത്തെ MD എൻ്റെ മകളെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കില്ല എന്ന് ഞാൻ അറിഞ്ഞത്. വിളിച്ചിട്ട് പറഞ്ഞു വേഗം വരിക. അങ്ങനെ അവളുടെ തിരിയിൽ 9 എന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. ആ 9-ാം തീയതി ആണ് ഇവൾക്ക് ഇൻ്റർവ്യൂ വന്നത്. അവൾ ഇൻ്റർവ്യൂവിന് പാസ്സായി, വേഗം തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മകളിപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിസൈൻ കമ്പനിയിലെ ഇലക്ട്രിക്കൽ ഡിസൈൻ എൻജിനീയറായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളായവരെ സന്ദർശിക്കുകയും അവർക്ക് രോഗസൗഖ്യത്തിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ കൊടുക്കുകയും ചിലവർക്ക് എൻ്റെ പാർലറിൽ വരുന്നവർക്ക് ഉപ്പും കൃപാസന തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനം, മരിയൻ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ആഴ്ചയിലും കൂടാറുണ്ട്. ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. കുർബാനയിലും തുടരെയുള്ള കുമ്പസാരത്തിലും ഞാൻ പങ്കുപറ്റാറുണ്ട്. ചിലത് പ്രാവശ്യം ഞാൻ കുമ്പസാരിക്കാൻ മറന്നു. ഇങ്ങനെ ഇത്തിരി ലാഗായാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് എന്ന് പറയും, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം. അപ്പോൾ എല്ലാവരും എന്നെ നോക്കും. കാരണം മേടയുടെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ട് ഞാൻ അച്ഛൻ്റെ നേരെ കുമ്പസാരിക്കും. അങ്ങനെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടക്കുവാനുള്ള കൃപ എനിക്കുണ്ട്. എൻ്റെ മകൻ ഇവിടെ വന്നിട്ടില്ല. മകൻ പഠിത്തം കഴിഞ്ഞ് കാനഡയിൽ നിന്ന് വന്ന് വർക്ക് പെർമിറ്റ് കിട്ടി വന്ന് അവൻ ജോലി അവിടെ റിസൈൻ ചെയ്താൽ പോകുന്നത്, പാർട്ട് ടൈം ജോലി. ഇവിടെ വന്ന് അവൻ ഉടമ്പടി എടുത്തു, അവൻ പോയി. പക്ഷെ അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ അവന് പെർമനൻ്റ് ജോബ് നൽകി പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. 2 ദിവസത്തിനുള്ളിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ അവന് പെർമനൻ്റ് ജോലി ലഭിച്ചു. അവനിനി വരുമ്പോൾ ഇവിടെ വരും, സാക്ഷ്യം പറയും. ഈ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിച്ച് അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു വലിയ ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് എന്ന് സ്തുതിക്കുകയും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന ഉടമ്പടി ദിവസങ്ങളാണ്. ഉടമ്പടിയിൽ നമ്മൾ സ്വന്തം അനുഭവങ്ങളാണ് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഓരോ നിമിഷവും ഓരോ ദിവസവും ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ ജീവിതത്തിൻ്റെ ആ സാക്ഷ്യങ്ങളാണ് ഓരോ മക്കളെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അനുഭവിച്ച അനുഗ്രഹങ്ങൾക്ക് സ്തുതിയായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുന്നു. ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുവാൻ സാധിക്കുന്നത്. ജാൻസി സെബാസ്റ്റ്യനും മകൾ മേരി ജിൻസിയുടെ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും
ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എപ്പോഴും കൂടെ നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം വചനം പറയുന്നത്. അസാധ്യമായവ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ് പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാം വചനം പറയുന്നത്. ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളോടും പറയുന്നതും അതുതന്നെയാണ്. ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്ന് പറയുന്നതും ഇതുതന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യമുണ്ട്. നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്നെ ഉപദേശിക്കുക, നീ നടക്കേണ്ട വഴി കാണിച്ചു തരുമെന്നാണ് സങ്കീർത്തനം 32-8-ാം വചനം പറയുന്നത്. നമ്മുടെ ഓരോ വഴികളും തുറന്നു തരുന്ന പരിശുദ്ധ അമ്മയാണ് കൃപാസന അമ്മ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നമ്മുടെ ജീവിതം, ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി എല്ലായ്പ്പോഴും നമുക്ക് നന്ദി പറയാം. അവരുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയുടെ നാമം പ്രകീർത്തിക്കാം. കാരണം ദൈവത്തിൻ്റെ നാമം ശ്രേഷ്ഠമാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്കും സാക്ഷ്യമായി, പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യമാക്കി തീർക്കണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ജാൻസി സെബാസ്റ്റ്യനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഞാൻ കരുമാടി സെൻറ്റ് നിക്കോളാസ് ഇടവാംഗമാണ്. ഞാൻ 23/9/2023 ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുവാൻ എനിക്ക് മടിയായിരുന്നു. പിന്നെ ജീവിതത്തിലെ പല പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഞാൻ കൂടുതൽ സ്ട്രെസ്ഡ് ആകാറുണ്ട്, കൂടുതൽ ടെൻഷൻ അടിക്കും. അങ്ങനെ എനിക്ക് അസുഖം കൂടും. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, മോളെ എല്ലാവരും ഉടമ്പടി എടുക്കുന്നു, അസുഖങ്ങളൊക്കെ കുറയുന്നുണ്ട്, നിനക്ക് നല്ല അനുഗ്രഹങ്ങൾ കിട്ടും, നീ ഉടമ്പടിക്ക് പോകും. അപ്പം ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി എടുത്ത് ദൈവത്തോടുകൂടി ആയിരുന്നാൽ ആരെന്ത് ചോദിച്ചാലും തരുമെന്ന് എനിക്കറിയാം. പക്ഷേ അതൊക്കെ കൃത്യമായി പാലിക്കപ്പെടുവാൻ എനിക്ക് കഴിവില്ല. ചിലപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയാലോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഉടമ്പടി എടുത്തവരോടൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അവർ പറയും, നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഭയമായിരുന്നു, ഇതൊക്കെ വീഴ്ച പറ്റിയാൽ എന്താകുമെന്നൊക്കെ. പിന്നെ എനിക്ക് തന്നെ ചിന്തയുണ്ടായി, ദൈവം ഈ പ്രകൃതിയെ സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും ബലഹീനമായ കളിമണ്ണുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മൾ എത്ര ബലഹീനരാണെന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളത് കൊണ്ട് ഉടമ്പടിയിലെ എൻ്റെ വീഴ്ചകളും ക്ഷമിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറേ പ്രതിസന്ധികളാണ് ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത്. എങ്കിലും അവിടെയൊക്കെ ധൈര്യം കൈവിടിയാതെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. എനിക്ക് നേരത്തെ പോലെ പേടിയില്ല. എന്നെ സംരക്ഷിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ കരമുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാത്രം അനുഭവിച്ചറിയുന്ന ഒരു സത്യമാണ്. പലരും പറഞ്ഞു, ഞാൻ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട്, അങ്ങനെ പറയുമ്പോഴും എനിക്കത്ര വിശ്വാസമില്ല. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ സംരക്ഷണ വലയത്തിലാണ് നമ്മളെന്ന് എപ്പോഴും നമുക്ക് ബോധ്യമാകുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ 2 വീലറിൽ പോയപ്പോൾ എനിക്ക് വലിയ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടായി. ഒരു പോറൽ പോലും ഏൽക്കാതെ എന്നെ അമ്മ ആ അപകടങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു. അത് ഒരു വലിയ അത്ഭുതമാണ്. വലിയ റോഡിലൊക്കെ, അതൊക്കെ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഇവിടെ സാക്ഷ്യം പറയുവാനൊക്കെ ഞങ്ങളെപ്പോലെ ഒരുപാട് പേരുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു സാഹചര്യങ്ങളിൽ ഇടപെട്ട് നമുക്ക് വേണ്ടി ന്യായം പറയുവാൻ അമ്മ സമീപത്തുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പ്രധാനമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്, വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകളുടെ ജോലി കാര്യമാണ് ഞാനിവിടെ ആദ്യം സാക്ഷ്യപ്പെടുന്നത്. ഉടമ്പടി എടുത്തപ്പോൾ നിയോഗങ്ങൾ വിളിച്ചപ്പോൾ എൻ്റെ മകളുടെ കാര്യമൊന്നും തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചില്ല. കാരണം അവൾ BSc പഠിക്കുമ്പോൾ തന്നെ അവൾക്ക് പ്ലേസ്മെൻറ്റിലൂടെ ജോലി കിട്ടിയപ്പോൾ അവളെ ഞങ്ങൾ ജോലിക്ക് വിട്ടില്ല. ഹയർ സ്റ്റഡിക്ക് പോകണം, MSc ചെയ്യണം, എന്നിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചു. അവൾക്ക് മനസ്സിലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ നിർബന്ധപ്രകാരം അവൾ ടെസ്റ്റ് എഴുതി കുസാറ്റിൽ അവൾ MScക്ക് ചേർന്നു. MScക്ക് ചേർന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ നിയോഗത്തിൽ ഒരിക്കലും ഞാൻ എൻ്റെ മകളുടെ ജോലിക്കാര്യം വെച്ചില്ല. അവൾക്ക് അങ്ങനെ തന്നെ ജോലി കിട്ടും, അങ്ങനെ പഠിച്ചു വരുന്നൊരു കുട്ടിയായതുകൊണ്ട് മെറിറ്റിനെ ആശ്രയിച്ചു. അതെനിക്ക് നമ്മൾക്ക് ഒത്തിരി ബോധ്യത തരുന്നതാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും ദൈവം നമുക്ക് തരുന്ന ദാനമാണെങ്കിലും പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതങ്ങനെ നടന്നുകൊള്ളും എന്ന് നമ്മൾ വിശ്വസിക്കും.
പക്ഷേ അങ്ങനെ നടക്കില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് എളിമപ്പെടുമ്പോൾ മാത്രമേ നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെളിവാണ് എൻ്റെ മകളുടെ ജോലി. അവൾ MSc സെക്കൻഡ് ഇയറായി. ഒരുപാട് കമ്പനികൾ കൂടുതൽ കമ്പനികളിൽ അവൾ പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സാകും, പക്ഷേ ഒരു ഇൻ്റർവ്യൂ പോലും പാസ്സാകത്തില്ല. ഫെഡറൽ ബാങ്ക്, അവൾക്ക് ബാങ്കായിരുന്നു കൂടുതൽ ഇഷ്ടം. ഫെഡറൽ ബാങ്കിൻ്റെ എല്ലാ റൗണ്ടുകളും ടെസ്റ്റുകൾ പാസ്സായി. അത് കിട്ടുമെന്ന് ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചു. അപ്പോഴും നിയോഗത്തിൽ ഞാൻ വെച്ചില്ലായിരുന്നു, പ്രതീക്ഷയായിരുന്നു അവൾക്ക് ഭയങ്കര. പക്ഷേ ടെസ്റ്റെല്ലാം പാസ്സായി. ഇൻ്റർവ്യൂവിന് എന്നപ്പോൾ ഇൻ്റർവ്യൂ വീണ്ടും ഫെയിലായി. അപ്പോൾ ഈ മകൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ BSc കഴിഞ്ഞ് ജോലിക്ക് പോയേനെ, നല്ല സാലറിയുള്ള നല്ല ജോലിയായിരുന്നു. അമ്മ കാരണമാണ് ഞാനതിന് പോകാൻ. ഇപ്പോൾ എനിക്ക് എവിടെ നിന്നാണ് ജോലി കിട്ടുക? ഇപ്പം മാർച്ച് 31 എൻ്റെ കോഴ്സ് തീരും. അപ്പം ഞാൻ വെളിയിലായി കഴിഞ്ഞാൽ എനിക്ക് അവർ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും, ജോലി കിട്ടാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷമവും സങ്കടമൊക്കെ ആയപ്പോൾ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, മാതാവേ, ഞാൻ നിയോഗം വെച്ചില്ല, ഇവളുടെ മെറിറ്റിൽ ആശ്രയിച്ചാണല്ലോ ഞാൻ ഇത്രയും നാളെ ജീവിച്ചത്. ക്ഷമ പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം പുതുക്കാൻ വന്നപ്പോൾ ഇവൾക്ക് നിയോഗം വെച്ചു. നിയോഗം വെച്ചിട്ട് പിന്നെ അടുത്ത ബാങ്ക് ടെസ്റ്റ് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഡേറ്റ് ഇട്ടു. 31 ആവട്ടാകുന്നതിന് മുമ്പ് തന്നെ മോൾക്ക് ജോലി കിട്ടണം മാതാവി, ഞാൻ സാക്ഷ്യപ്പെടുത്താം ഈ മകളുമായിട്ട് വന്ന. അതിലൂടെ ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുടെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് അതും എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. മാർച്ച് 30 മുമ്പ് തന്നെ അവൾ ഇൻ്റർവ്യൂ ഫെയിലായി വന്നിട്ട് ബാങ്കിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് വന്ന ടെസ്റ്റ് അവൾ എഴുതാതിരുന്നു. TCSൻ്റെയൊക്കെ ടെസ്റ്റ് അവൾ എഴുതാതിരുന്നിരുന്നു. പക്ഷേ ഇത് കിട്ടുമെന്നുള്ള പല പ്രതീക്ഷയോടുകൂടിയാണ് പല ടെസ്റ്റും എഴുതാതിരുന്നത്. ബാങ്ക് ടെസ്റ്റ് ഇൻ്റർവ്യൂ ഫെയിലായി കഴിഞ്ഞ് വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ ഇവിടെ എഴുതാതിരുന്ന TCSൻ്റെ ടെസ്റ്റ് എഴുതാതിരുന്ന കുട്ടികൾക്ക് വേണ്ടി വീണ്ടും നടത്തുന്നു എന്ന് പറഞ്ഞ് മെയിൽ വന്നു. അങ്ങനെ അവൾ പോയി ആ ടെസ്റ്റ് എഴുതി. ആ ടെസ്റ്റ് പാസ്സായി, ഇൻ്റർവ്യൂവും പാസ്സായി. ഇപ്പോൾ അവൾ TCSൽ ബാംഗ്ലൂർ ജോലി ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1 കോടി നന്ദി ഇതിന് ഞാൻ സമർപ്പിക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും ജീവിതകാലം മുഴുവനും ഈശോയോടും അമ്മയോടും നമ്മൾ നന്ദിയും കടപ്പാടും മരണം വരെയും നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും നമ്മളതിൽ ഒരു വലിയ സമൂഹത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വാസം പ്രഖ്യാപനം ചെയ്യുമ്പോൾ അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായിരിക്കും. അവർക്കും ആശ്രയിക്കാനൊരു സ്ഥലമുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ അവർക്കും ജീവിതത്തിൽ പ്രത്യാശയോടെ ജീവിക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളിവിടെ രേഖപ്പെടുത്തുന്നത്. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. മകൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളുമാണ്. ഇളയ കുട്ടിയെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഈ 3-ാം മാസത്തിൽ സ്കാനിങ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പിടലിക്ക് ജുഗിൾ സാക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് കണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചിലപ്പോൾ ഭാവിയിൽ പ്രശ്നമാകും. അതിനെക്കുറിച്ച് മകൾ പറയും. ദൈവത്തിന് നന്ദി, പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് തന്നേന്. അപ്പോൾ 3-ാം മാസത്തെ സ്കാനിങ്ങിൽ ജുഗൽ സാക്ക് കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എന്തെങ്കിലും വൈകല്യം ഉണ്ടാവാൻ കുഞ്ഞിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ NIPT ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് ബ്ലഡ് ടെസ്റ്റാണ്, അത് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് ഡോക്ടർ അത് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും പേടിയും, ദൈവമേ ഇനി എന്താവും അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മേനെ വിളിച്ച് പറഞ്ഞ്, ഹസ്ബൻഡ് അമ്മേനെ വിളിച്ച് പറഞ്ഞ്, അമ്മ ഉടമ്പടിയിലായിരുന്നു. അമ്മ പറഞ്ഞ് പേടിക്കണ്ട, പ്രാർത്ഥിക്കാം, അത് ഉടമ്പടിയിലാണ്, പ്രാർത്ഥിച്ചോളാം എന്ന് അമ്മ പറഞ്ഞിട്ട് ധൈര്യത്തിൽ ഞങ്ങൾ ബാംഗ്ലൂരാണ്. NIPT ടെസ്റ്റ് ചെയ്ത് 2 ആഴ്ച കഴിയുമ്പോഴേ റിസൾട്ട് വരുവോളെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായി, ഇനി 2 ആഴ്ച കൂടിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞ എൻ്റെ വിശ്വാസത്തിൽ ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നില്ല. ഇനി 1 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ വരുവോളെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾക്ക് പേടിയായി, ദൈവമേ കുഴപ്പമൊന്നുമില്ലാതെ. ബ്ലഡ് ടെസ്റ്റ് വന്നപ്പോൾ തീരുമാനിച്ച ഒരു കുഴപ്പമില്ലായിരുന്നു, റിസൾട്ടൊക്കെ നോർമലായിരുന്നു. ഞങ്ങൾക്ക് അതിനുശേഷം ഒരു കുഴപ്പമില്ല, ബാക്കിയുള്ള സ്കാനിങ്ങിലെല്ലാം നോർമലായിട്ട് വന്ന് 8-ാമത്തെ മാസമായപ്പോൾ കുഞ്ഞ് ജനിച്ച് ഡോക്ടർമാർ പറഞ്ഞു പൂർണ്ണ ഹെൽത്തി ആയിട്ടുള്ള ബേബിയാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. പൂർണ്ണ ഹെൽത്തിയായ ബേബിയായി തന്ന ദൈവത്തിന് നന്ദി. ഉടമ്പടിയിലായിരുന്നു അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. മാതാവിൻ്റെ അനുഗ്രഹമാണ്, കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമാണ്. ദൈവത്തിന് നന്ദി, കോടാനി കൂടി നന്ദി. എൻ്റെ മകന് ഒത്തിരി വിഷമിച്ചു. ഇവർ ഇടമുടിയാതെ ഞങ്ങൾ ദേവാലയത്തിൽ നിന്ന് ജപമാല ചൊല്ലി. ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് അമ്മയ്ക്ക് 1 കോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ ക്രൈസ്തവരുമായ എല്ലാ രോഗികളായിട്ടിരിക്കുന്നവർ വീട്ടിലൊക്കെ പോവും. അപ്പോൾ ചിലവരൊക്കെ എന്നോട് ചോദിക്കും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ,
എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അനുഭവസ്ഥയാണ്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ വിശദീകരിക്കും. അങ്ങനെ അവർ ഒത്തിരി പേര് ഈ മാതാവിനോട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹങ്ങൾ നേടുവാനും ഇടയായിട്ടുണ്ട്. പിന്നെ കൂടാതെ ഞാൻ ബാംഗ്ലൂരായിരുന്നപ്പം ഇവിടുന്ന് കന്നഡ പത്രം വാങ്ങി അവിടെ കൊണ്ടുവന്ന് അവിടെ ബാംഗ്ലൂരിലെ പള്ളിയിൽ ചിലവർക്കൊക്കെ അത് വാങ്ങി കൊടുക്കുമ്പോൾ നമ്മളെ ഒരു പുച്ഛത്തിലൊക്കെ നോക്കും, വാങ്ങിക്കൂല, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എങ്കിലും നമ്മൾ സധൈര്യം ഒത്തിരി സന്തോഷത്തോടുകൂടി അവർക്കത് കൊടുക്കും. മേടിച്ചവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ ചെയ്യുന്നത് പിന്നെ അച്ഛൻ്റെ ധ്യാനമൊക്കെ കൂടുതൽ ഷെയർ ചെയ്യും. ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കും. ഈ സാക്ഷ്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. ഇതാണ് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുക. കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ ഒരു വൃദ്ധ രോഗികളായിട്ട് കിടക്കുന്നവരുടെ ഒരു ആശ്രിതാലയമുണ്ട്. അവിടെ പൊതിച്ചോറ് കൊടുക്കും. പിന്നെ അർഹതയുള്ളവർക്ക് അവർ കൈനീട്ടിയാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കിയാൽ അതനുസരിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയുമാണ് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്. എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും ജീവിതകാലം മുഴുവൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇത് ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുവാൻ ഈശോ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഉടമ്പടി ഇവിടെ ഈ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 91 9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ജാൻസി എന്ന ഈ സഹോദരി തൻ്റെ മക്കളോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ ദൈവാനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യം സഹോദരി സൂചിപ്പിച്ചത് സഹോദരിയുടെ ഒരു മകൾക്ക് വേണ്ടി ജോലിയുടെ പരിശ്രമമാണ്. മെറിറ്റിൽ എല്ലാം ലഭിക്കും എന്ന പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോവുകയും മെറിറ്റ് മുഴുവനും അപ്രസക്തമായി തീരുകയും ജോലിയില്ലാതെ ക്ലേശിച്ച നാളുകളിൽ അമ്മയുടെ തിരുനടയിൽ അത് നിയോഗം എഴുതി സമർപ്പിച്ചപ്പോൾ സമയ ചുരുക്കത്തിൽ അതിലും മെച്ചപ്പെട്ട ഒരിടത്ത് മകൾക്ക് ജോലി ലഭിച്ചതിനെയാണ് അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മൾ ഉടമ്പടിയിൽ ഒരു നിയോഗം സമർപ്പിക്കുന്നത് നമ്മുടെ കഴിവ് അസ്തമിക്കുന്നിടത്താണ്. കഴിവ് കൊണ്ട് നേടാനാവാത്തത് ദൈവശക്തിയാൽ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. കഴിവുകൊണ്ട് ഒരു കാര്യം നമുക്ക് സാധിക്കുമെന്നുള്ളതൊന്നും അതുകൊണ്ട് തന്നെ ഉടമ്പടി നിയോഗമായി എഴുതരുത് എന്ന് ആവർത്തിച്ച് നമ്മളോട് പറയുകയും ചെയ്യും. കാരണം ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായും അതിൻ്റെ നന്ദിയും മഹത്വവും ദൈവത്തിന് തന്നെ കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവണം. നമുക്കൊരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രാപ്തി കൊണ്ട് കിട്ടി എന്നതിൻ്റെ പേരിൽ ദൈവത്തിന് കൊടുക്കേണ്ട നന്ദിയും മഹത്വവും നാം കൊടുക്കാതിരുന്നാൽ അത് ദൈവനിന്ദ തന്നെയാണ്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അത് ഗൗരവത്തോടെ കാണുവാൻ നമുക്ക് സാധിക്കണം. നാം അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു നിയോഗം ഏൽപ്പിക്കുമ്പോൾ ആ നിയോഗത്തിൽ ദൈവശക്തിയാൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടലും ഞാൻ കടന്നു പോകുന്ന ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവും അമ്മ മാതാവ് നൽകുന്നതിന് വേണ്ടി മാത്രമാണ് നാം നിയോഗങ്ങൾ ഏൽപ്പിക്കുന്നതും ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥന കൊണ്ടും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും അമ്മയുടെ സംരക്ഷണവും ഈശോയുടെ അനുഗ്രഹവും നമ്മൾ തേടുന്നത്. മകൾക്ക് ലഭിച്ച ഒരു ജോലി അപ്രകാരം കിട്ടിയതിനെ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് മോൻ്റെ ഭാര്യ ഗർഭിണിയായ നാളുകളിൽ ആദ്യത്തെ സ്കാനിങ്ങിൽ വന്ന വളരെ കോംപ്ലിക്കേഷൻസും അത് കുഞ്ഞിനുണ്ടാക്കാവുന്ന വലിയ പ്രത്യാഘാതങ്ങളുമാണ് ഈ അൾത്താരയിൽ വെളിപ്പെടുത്തിയത്. അതും മാനുഷികമായി ഒന്നും ചെയ്യുവാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യുവാനില്ല. അത് ദൈവശക്തിയാൽ മാത്രം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്നാൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഡോക്ടർമാർ നിസ്സഹായതയോടുകൂടി പറയുമ്പോൾ അമ്മ ഉടമ്പടിയിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുകയും തുടർന്ന് മുന്നോട്ടുള്ള യാത്രയിൽ സ്കാനിങ് എല്ലാം നോർമലാവുകയും ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിൽ ലഭിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവകരങ്ങളിലേക്ക് എളിമയിൽ ശരണപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം ഉടമ്പടിയിലുള്ള വിശ്വസ്തതയെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് മേൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും
നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ ഭാരപ്പെട്ടവരായി അമ്മയുടെ അരികിലെത്തുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ എടുത്തു നീക്കി സന്തോഷമുള്ളവരായി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നു. നമ്മൾ ഇല്ലായ്മക്കാരായി ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ നമ്മുടെ ജീവിത സാധ്യതകളെ തുറന്നു തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കുറേ കൂടി ശോഭനമാക്കിയും ഉയർച്ച നൽകിയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉടമ്പടിയിലൂടെ സാധിക്കുന്നു. അപ്രകാരം ഈ കുടുംബത്തിന് ലഭിച്ച 2 അനുഭവങ്ങളെയാണ് അമ്മയുടെ സന്നിധിയിലേക്ക് ഇന്ന് നന്ദിപൂർവ്വം സമർപ്പിക്കുന്നത്. ഉടമ്പടി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാനാവുന്ന ഒരു ജീവിതക്രമമാണ്. ഭാരപ്പെട്ടതല്ലത്, മറിച്ച് ഒരു ശരിയായ ക്രിസ്തീയ ജീവിതം ഈശോയെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ രീതികളെന്തോ അത് ഓരോ ദിവസവും ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവിക പദ്ധതിയാണ് മരിയൻ ഉടമ്പടി എന്നത്. നാം അവിടെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധ കുംഭസാരത്തിലൂടെ വിമലീകരിക്കുന്നു. കുർബാനയിലൂടെ ആത്മാവ് പ്രസാദപരത്തിൽ നിലനിർത്തുന്നു. വചനം വായിച്ചുകൊണ്ട് ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തുന്നു. ഉപവസിച്ചുകൊണ്ട് ഈശോ അനുഭവിച്ച ക്ലേശങ്ങളോട് നമ്മുടെ ക്ലേശങ്ങളെ ചേർത്ത് വയ്ക്കുന്നു. കാരുണ്യ പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, അഗതികൾക്ക്, രോഗികൾക്ക് നമ്മളാലാവും വിധം ഏറ്റവും നല്ല നന്മ ദൈവസ്നേഹത്തോടു കൂടി നാം പങ്കുവെക്കുന്നു. നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അത് സാക്ഷ്യങ്ങൾ പങ്കുവെച്ച്, ധ്യാനം പങ്കുവെച്ച്, മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് അറിയിച്ച്, കൃപാസനം പത്രം പ്രാർത്ഥനാപൂർവം ദൈവാനുഭവങ്ങളുടെ സന്ദേശങ്ങളെ കൈമാറിക്കൊണ്ട് ലോകത്തോട് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനും ഞാനിന്ന് വഴി നടക്കുന്നതും എൻ്റെ കർത്താവിൽ ആശ്രയിച്ചെന്നും കർത്താവിൽ ശരണപ്പെടുക ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്നും നാം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉടമ്പടി എല്ലാവർക്കും ജീവിക്കാനാവും. ഒന്നേ വേണ്ടൂ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം. തമ്പുരാൻ്റെ സന്നിധിയിൽ നന്ദിപൂർവം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും സമർപ്പിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ കുറെ കൂടി ബലപ്പെടുത്തി. മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സാൻഡ്ര. ഞാൻ എറണാകുളം സെൻറ്റ് ആൻ്റണീസ് ഇടവക അംഗമാണ്. ഞാനിപ്പോൾ വരുന്നത് ലണ്ടനിൽ നിന്നാണ്. എനിക്ക് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. സാക്ഷ്യം പറയാനും കൂടി വേണ്ടിയാണ് ഞാൻ എത്രയും വേഗം വന്നത്. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം, ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ PhD എടുക്കാതെ തന്നെ എനിക്ക് വർക്ക് വിസ കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2 വർഷം വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച് 1 വർഷത്തെ കോഴ്സും കഴിഞ്ഞ് എൻ്റെ വിസ ജൂണിൽ തീരാൻ നിൽക്കെ ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് മെയ് 30 വിസ കിട്ടണം എന്നായിരുന്നു ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ മെയ് 29 ആയപ്പോഴേക്കും വിസ എൻ്റെ കയ്യിൽ കിട്ടി. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അങ്ങനെ എനിക്കവിടെ ഒരു കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് ഞാൻ വർക്കിന് കയറി. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ ആ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുകയും അവർക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവരത് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് പ്ലാനാക്കി. അപ്പോൾ എനിക്ക് അവിടെ ഉള്ളവർ, ഞാൻ മാത്രമേ വിസയിൽ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ആ കമ്പനിയിൽ ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. അങ്ങനെ കമ്പനി ക്ലോസ് ഡൗൺ ചെയ്താൽ നമ്മുടെ വിസ ക്യാൻസലാവും. അപ്പോൾ അവരെന്നോട് സംസാരിച്ച് ഒരു 2-3 മാസത്തേക്ക് വിസ ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ളിൽ വേറെ വിസ കണ്ടുപിടിക്കണം എന്നും അവർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ 2 മാസം നമ്മൾ വേറെ അപ്ലൈ ചെയ്തിട്ട്, ഇപ്പോൾ UK ഉള്ളവർക്കറിയാം ഭയങ്കര പാടാണ് അവിടെ വർക്ക് പെർമിറ്റുള്ള ജോലി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കെയർ ഹോം വിസകളോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഞാൻ പഠിച്ച ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ആ കമ്പനിക്കാർ എൻ്റെ വിസ ക്യാൻസലാക്കി. 2 മാസം അവധി വന്നിട്ട് അവരത് ക്യാൻസലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസത്തെ ഗ്യാപ്പാണ് ഹോം ഓഫീസ് തരുന്നത് ശരിക്കും അടുത്ത വിസ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ആ കമ്പനി ക്യാൻസലാക്കി കഴിഞ്ഞാൽ ഒരു 1 മന്ത് ഒരു 2 മന്തിനുള്ളിൽ നമുക്ക് മെയിൽ കിട്ടും ഹോം ഓഫീസിൽ നിന്ന് വിസ ക്യാൻസലാക്കി എന്ന് പറഞ്ഞ്. ഇനി ഒരു 60 ദിവസവും കൂടി സമയമുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വേറെ ജോബ് കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോരേണ്ടി വരും. അങ്ങനെ ഇരിക്കെ എനിക്ക് ആ കമ്പനി ക്യാൻസലാക്കിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് എന്തായാലും വേറൊരു കമ്പനിയിൽ ഈ സെയിം ജോബ് തന്നെ കിട്ടും എന്നുള്ളത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഇപ്പോൾ ക്യാൻസലായി കഴിഞ്ഞാൽ വേറെ കിട്ടാൻ ഭയങ്കര പാടാണ്, അപ്പോൾ കെയർ ഹോമിലോ എവിടെയെങ്കിലും വിസ എടുക്കാം എന്നുള്ളത് പറഞ്ഞായിരുന്നു.
പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒരിക്കലും ആ ജോബ് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡ് കിട്ടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാതാവ് എന്തായാലും തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ അപ്ലൈ ചെയ്തു. ഞാൻ പോകുന്ന ഇൻ്റർവ്യൂവിലൊക്കെ ഞാൻ ഉപ്പിട്ടും അതേപോലെ തൈലം തേച്ചിട്ടൊക്കെ ആയിരുന്നു പോകുന്നത്. എവിടെ പോയാലും കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ, എൻ്റെ ശരീരത്തെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ 2 മാസത്തിനുള്ളിൽ വരേണ്ട ഇമെയിൽ എനിക്ക് മാതാവ് 1.5 കൊല്ലമായിട്ടും ഹോം ഓഫീസിൽ എൻ്റെ ക്യാൻസലേഷൻ മെയിൽ എത്തിയിട്ടില്ല. അത് ഒരിക്കലും ഒരാൾക്കും നടക്കാത്ത കാര്യമാണ്. അവിടെ ഇലക്ഷൻ വന്നതിൻ്റെ ഇടയിൽ, ഇലക്ഷൻ വന്നാൽ പോലും ഒരു 6 മാസത്തെ ഗ്യാപ്പേ എല്ലാവർക്കും കിട്ടത്തുള്ളൂ. എനിക്ക് അത് 1.5 വർഷം ഡിസംബറിൽ ക്യാൻസൽ ചെയ്തിട്ട് പിറ്റേ കൊല്ലം മെയിലാണ് എനിക്ക് ഹോം ഓഫീസിൽ നിന്ന് മെയിൽ വരുന്നത്, ഇനി 2 മാസം ടൈമും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 1.5 വർഷം എനിക്ക് വേറെ ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അങ്ങനെ ആ ഇമെയിൽ വന്ന ദിവസം എനിക്ക് വേറൊരു സ്ഥലത്ത് ആക്ച്വലി ജോലി കിട്ടിയായിരുന്നു. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ അവിടെ ഉപ്പും കാശ് രൂപം കൊണ്ടാണ് പോയത്. ഞാൻ അവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ആ റൂമിൽ ഉപ്പിട്ടിട്ടാണ് പ്രാർത്ഥിച്ചത്. എനിക്ക് എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അങ്ങനെ അവിടെ ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞ് സെലക്റ്റായി കഴിഞ്ഞ് വിസ തീരാനായിട്ട് 2 ആഴ്ച ടൈമേ ഉണ്ടായുള്ളൂ. 2 ആഴ്ച ടൈമിൽ നമ്മൾ അടുത്ത വിസ അപ്ലൈ ചെയ്യണം. വിസ അപ്ലൈ ചെയ്യാനായിട്ട് നിന്നപ്പോഴേക്കും ആ കമ്പനി ട്രെയിനിങ് കഴിഞ്ഞ് എന്നോട് പറഞ്ഞത് ഒരു 1 വീക്ക് ഒരു 2 വീക്സ് നോക്കിയിട്ട് വിസയ്ക്ക് വെക്കാമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് എന്തായാലും വിസയ്ക്ക് വെക്കാം നോക്കാം എന്ന് പറഞ്ഞ രീതിയിൽ അവർ COS ചെയ്ത് എനിക്കങ്ങനെ ഒരു 1 വീക്കിന് ഒരു 2 വീക്സ് എങ്കിലും മിനിമം എടുക്കും വിസ കിട്ടാനായിട്ട്. പക്ഷേ എനിക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് എൻ്റെ വിസ തീരണേന് മുന്നേ ഒരാഴ്ചക്ക് മുന്നേ തന്നെ എനിക്ക് പുതിയ വിസ കിട്ടി. സെയിം പോസ്റ്റിൽ തന്നെ ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് തന്നെ എനിക്ക് വേറെ കമ്പനിയിൽ വിസ തീരുന്നതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യാൻ സാധിച്ചു. അത് ഭയങ്കര വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഒരാൾക്കും 1.5 വർഷമൊന്നും ഒരു ഗ്യാപ്പും കിട്ടൂല വിസ അന്വേഷിക്കാനായിട്ട്. ഞാൻ എവിടെ പോയാലും നടക്കുന്ന വഴിയിലൊക്കെ കാശ് രൂപം കൊണ്ടും എണ്ണ തേച്ചും ഉപ്പ് കഴിച്ചിട്ടൊക്കെ പോകുന്ന ഒരാളാണ്. എനിക്ക് അത്ര വിശ്വാസമാണ് മാതാവ് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ അത്രയും ഗ്യാപ്പ് കിട്ടൂല എന്നുള്ളത്. അല്ലാതെ ആയിട്ടും ഒരുപാട് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ജോലിയിൽ കയറി കഴിഞ്ഞിട്ടും ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് കമ്പനിയിൽ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, പുതിയ കമ്പനി ആയതുകൊണ്ട് തന്നെ. പക്ഷേ അതും എല്ലാം നല്ല സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാനും എല്ലാം ഓക്കെ ആയിട്ട് അതും റെഡിയായി. ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അവിടെ ഒരുപാട് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തിൽ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ട് ടൈം അന്വേഷിച്ച് വരുന്ന ഒരുപാട് കുട്ടികൾക്ക് ഞാൻ ജോബ് കണ്ടെത്തി കൊടുക്കുകയും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിലേക്ക് അമ്മക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അമ്മ ഇവിടെ ഓർഫനേജിൽ പിള്ളേർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ധ്യാനവും മുടങ്ങാണ്ട് കാണും, സാക്ഷ്യം കേൾക്കുമായിരുന്നു. എപ്പോഴും നടക്കുന്ന വഴിയിലൊക്കെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വേഗം ആ ഒരു പോസ്റ്റിലോട്ട് തന്നെ കയറാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. വെളിപാട് 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, പഴയതെല്ലാം കടന്നുപോയി. സാന്ദ്ര എന്ന ഈ മകളുടെ അവിചാരിതമായ ദൈവിക സംരക്ഷണത്തിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ എൽത്താരയിൽ പങ്കുവച്ചത്. മകൾ അവിടെ പഠനവും ജോലിയും തുടരുമ്പോൾ ആ ജോലി ചെയ്ത കമ്പനി നിർത്തിപ്പോകുന്നത് കൊണ്ട് വിസ ക്യാൻസലായി മകൾ നാട്ടിലേക്ക് തിരികെ വരേണ്ട ഒരു പ്രതിസന്ധിയിലേക്ക് വരികയും അവിടെ UK-യിൽ ജോലി കണ്ടെത്തുക ഏറെ ശ്രമകരമായ ഒരു കാര്യമായി തീർന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മകൾ ജോലിക്ക് വേണ്ടി തുടർച്ചയായി അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോളുടെ കൊടുത്ത ആ വിസ ക്യാൻസലാവേണ്ട ഓഫീസ്, ഹോം ഓഫീസ്
1.5 വർഷത്തോളം തിരികെ ഇത്ര കാലം കൂടിയേ വിസയുള്ളൂ, നാട്ടിലേക്ക് പോകണം എന്ന ഒരു ഇൻറ്റിമേഷൻ മകൾക്ക് നൽകുവാനായി വൈകിയതിനെയാണ് ഈ സാക്ഷ്യത്തിൽ മകൾ എടുത്തു പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത, മകളവിടെ വർക്ക് പെർമിറ്റുള്ള ജോലിയില്ലാതെ ജോലി കണ്ടെത്താൻ വേണ്ടി ഓരോ ദിവസവും അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ 2 മാസ പരിധിക്കുള്ളിൽ വിസ തീർന്നാൽ പിന്നെ നാട്ടിലേക്ക് പോരുകയും ആദ്യം മുതൽ എല്ലാ കാര്യങ്ങളും വർക്ക് പെർമിറ്റിന് വേണ്ടിയുള്ള വിസയ്ക്കുള്ള അന്വേഷണം തുടങ്ങുകയും വേണം. അങ്ങനെ സാമ്പത്തികമായ നഷ്ടം, സമയനഷ്ടം, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ജോലി കണ്ടെത്തുവാനുള്ള വലിയ പ്രയാസങ്ങൾ, ഇങ്ങനെ ഏറെ ഭാരത്തിലേക്ക് ജീവിതം മാറുമായിരുന്ന സാഹചര്യത്തിലാണ് 1.5 വർഷത്തോളം അവിടെ വാലിഡ് വിസയോടുകൂടി ജോലി ഒന്നുമില്ലാതെ താമസിക്കുവാൻ തക്കവിധം അമ്മ മാതാവ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ നിനക്ക് ഇതുകൂടി ചെയ്തു തരും എന്ന തിരുവചനം നമ്മളെ ചിലപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ എന്നോട് ചോദിച്ചതിനാൽ ഞാൻ നിനക്ക് ഇതുകൂടി ചെയ്തു തരും. നമ്മൾ എത്ര കണ്ട് അമ്മ മാതാവിനോട് ചേർന്ന് ഉടമ്പടി വിശ്വസ്തതയിൽ ജീവിക്കുന്നുവോ അത് നാം പോലും അറിയാത്ത വഴികളിൽ ഒരു ദൈവിക സംരക്ഷണം നമ്മളെ പൊതിയുകയും നമുക്ക് വന്നു ഭവിക്കാവുന്ന ദോഷങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുകയും നമ്മൾ സുരക്ഷിതമാകുന്ന നിമിഷം വരെയും കണ്ണ് കെട്ടിയതുപോലെ ആകാശത്ത് കാർമേഘം പടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ വിഷയങ്ങൾ എടുത്തു നീക്കിക്കൊണ്ട് ദൈവികമായ സംരക്ഷണത്തിൻ്റെ കരുതലിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ലഭിച്ച വലിയൊരു സംരക്ഷണത്തിൻ്റെ കരുതലിനെയും അതുവഴിയുള്ള അനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠതയെയുമാണ് ഈ മകൾ ഈ അൾത്താരയിൽ എടുത്തു പറയുന്നത്. ഉടമ്പടി ഏതൊരു ജീവിത സാഹചര്യത്തിലും നമുക്കറിയാത്ത വഴികളിൽ നമുക്ക് പുതിയ വഴികൾ തുറന്നു തന്നുകൊണ്ട്, നമുക്കറിയാത്ത കാഴ്ചകളിൽ നമുക്ക് വേണ്ടി പുതിയ കാഴ്ചകൾ നൽകിക്കൊണ്ട്, നാം ഒരുപക്ഷെ തീരുന്നുവെന്ന് കരുതുന്ന ഇടങ്ങളിൽ നമുക്ക് വേണ്ടി 6 കൽഭരണികളിൽ നിറവീഞ്ഞു കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ വറ്റിപ്പോകുന്ന സമൃദ്ധിയുടെയും ജീവിത പ്രതീക്ഷകളുടെയും നിമിഷങ്ങളിൽ പുതിയ സമൃദ്ധിയുടെ തലങ്ങൾ നൽകിക്കൊണ്ട് അമ്മ കൈപിടിക്കുമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ജീവിതക്രമം. അതുകൊണ്ട് ഉടമ്പടി ഒരിക്കലും നമുക്കൊരു നഷ്ടമാവില്ല. ഉടമ്പടിയോട് നമുക്കൊരു സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന് ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമുക്ക് ഉടമ്പടിയെ സ്നേഹിക്കാം. ഉടമ്പടി നമ്മുടെ ജീവിതത്തെ സഹായിക്കും. ഈ മകൾക്ക് ഞാൻ കൃപാസന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 1000 നന്ദി പറയുന്നു മാതാവിനോട്. എൻ്റെ പേര് ബിന്ദു വിജയൻ. തൃശ്ശൂർ പനമ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിലേക്ക് വരാൻ ഇടയായത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റെജീന എന്ന ചേച്ചി കൃപാസനത്തിലെ കാര്യങ്ങൾ എപ്പോഴും പറയുമായിരുന്നു. ആ ചേച്ചി പറഞ്ഞാണ് കൃപാസനത്തിലെ അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാനിടയായത്. അങ്ങനെ ഞാൻ കൃപാസനത്തിലേക്ക് വരണമെന്ന് ആ ചേച്ചിയോട് പറഞ്ഞു. ആ ചേച്ചി എന്നോട് പറഞ്ഞു, അറിയാനൊന്നുമില്ല, തൃശ്ശൂരിൽ നിന്ന് ബസ് കയറി കൃപാസനത്തിലേക്ക് എപ്പോഴും ബസ്സുണ്ട്, നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് നീ പോയിട്ട് വരൂ, നിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും നീ അമ്മ മാതാവിനോട് പറയൂ, നിൻ്റെ വിഷമങ്ങളെല്ലാം അവിടെ നിനക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. ഞാനിവിടെ കൃപാസനത്തിലേക്ക് വന്നു, ഉടമ്പടി എടുത്തു. എനിക്ക് ഉടമ്പടി എടുത്തിട്ട് ആദ്യമായി കിട്ടിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ വർഷങ്ങളായിട്ട് എനിക്ക് എപ്പോഴും ഛർദി ഉണ്ടായിരുന്നു. ആ ഛർദി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷം ഇവിടുത്തെ ഉപ്പും കഴിക്കും, ഇവിടുത്തെ തൈലവും പരട്ടുകയും ഒക്കെ ചെയ്തു. പിന്നെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുക എനിക്ക് എൻ്റെ ഈ ഛർദി വീണ്ടും വന്നു. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിനി ഛർദിക്ക് വേണ്ട, എനിക്കിത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ മാതാവിനോട് നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വിളി മാതാവ് കേട്ടു. എൻ്റെ ഛർദി അവിടെ തന്നെ നിന്നു. പിന്നെ എനിക്ക് ഛർദിച്ചിട്ടില്ല. മാതാവിനോട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. കരഞ്ഞ് തന്നെയാണ് ഞാനന്ന് പറഞ്ഞത് മാതാവിനോട്. അത്രയും വിഷമിച്ചിട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നും ഞാൻ ഛർദിയാണ്. ഒരു 10-35 വർഷമായിട്ട് വൈകുന്നേരമായ നേരം വെളുക്കണ വരെ ഞാൻ ഛർദിയാണ്. ഛർദി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഛർദി. എനിക്കൊരു കുറേ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കണ്ടു, മരുന്നൊക്കെ മേടിച്ചിട്ടൊന്നും എനിക്കൊരു കുറവുണ്ടായിരുന്നില്ല.
അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിനോട് പ്രാർത്ഥിച്ചതും. മാതാവിൻ്റെ ഉപ്പ് കഴിക്കാനിടയാവും, തൈലം പുരട്ടുകയൊക്കെ ചെയ്ത് മാതാവിൻ്റെ കൃപയാൽ എൻ്റെ പൂർണ്ണ സൗഖ്യം, എനിക്ക് ഛർദി മാറിക്കിട്ടി, പൂർണ്ണ സൗഖ്യം കിട്ടി. അതിന് ഞാൻ മാതാവിനോട് ഈശോയ്ക്കും കൊടാനുകൂടി ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. 3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. 3 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന എനിക്കൊരു ലോൺ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ വീട് ചെറിയ വീടാണ്, പക്ഷേ ചോർന്നൊലിക്കുന്നൊരു വീടാണ്. ഞങ്ങൾ വെള്ളം കാശ് കൊടുത്താണ് മേടിക്കണത്. 350 രൂപ കൊടുത്ത്, മഴക്കാലത്തും 350 രൂപ കൊടുത്താണ് വെള്ളം മേടിക്കണത്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് മറ്റേ ഉടമ്പടി പുതുക്കാനിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫോണിലേക്ക് കോള് വരുന്നതും. ഞാൻ ആ കോള് കട്ട് ചെയ്തു. ഇവിടുത്തെ ഉടമ്പടി പുതുക്കൽ കഴിഞ്ഞ് പുറത്തിറങ്ങി ഞാൻ കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു, നിനക്കൊരു ലോൺ പാസ്സായിട്ടുണ്ട്, നീ വന്ന് ഒപ്പിട്ട് പൈസ മേടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി തിരിച്ച് കയറി വന്ന് മാതാവിന് ഒന്നുകൂടി നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ എനിക്ക് പൈസ കിട്ടി. എൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് വെള്ളം കണക്ഷൻ എടുത്തു. ഇപ്പം എനിക്ക് സമൃദ്ധിയായിട്ട് എൻ്റെ വീട്ടിൽ വെള്ളമുണ്ട്. ഇപ്പം ഞാൻ പൈസയൊന്നും കൊടുത്തില്ല, വെള്ളം മേടിക്കണം, വെള്ളത്തിൻ്റെ കണക്ഷൻ കിട്ടി. പിന്നെ ബാലൻസ് പൈസയിൽ എൻ്റെ വീടൊന്ന് ചെറുതായിട്ട് തേച്ചു, ഓടിട്ട വീടാണ്, ടൈലിട്ടു. അതിനെല്ലാം ഞാൻ മാതാവിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്, ഒത്തിരി നന്ദി പറയുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ എന്നും മാതാവിൻ്റെ അടുത്തേക്ക് വരികയും ഉടമ്പടി പുതുക്കി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് നാൾ എനിക്ക് എൻ്റെ ഉടമ്പടി ഒന്ന് പുതുക്കാൻ പറ്റാതെ പോയി. എൻ്റെ വീട്ടിലൊരു 2 മരണം നടന്നു, അതുകൊണ്ട് പുതുക്കാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും വന്ന് ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി. ഇപ്പം മുടങ്ങാണ്ട് ഉടമ്പടി ഞാൻ കൊണ്ടുപോകുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, അഞ്ചരയുടെ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഞാനൊന്ന് വീണു, എൻ്റെ കാലിൻ്റെ ലിഗമെൻ്റ് പൊട്ടി. സർജറിയുടെ കാര്യത്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു സർജറി ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ സർജറിയുടെ പേപ്പറുകളെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ CT സ്കാൻ ചെയ്തു. അപ്പം എൻ്റെ നെഞ്ചിൽ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു. ലെൻസിലേക്ക് വെള്ളം കെട്ടി ചുരുങ്ങുകയാണ്, ശ്വാസോച്ഛ്വാസത്തിന് പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഇതൊരു ക്യാൻസറുടെ ലക്ഷണമാണോ എന്ന് അവർ പറഞ്ഞ നിമിഷം തന്നെ ഞാനിവിടെ കൃപാസനത്തിലേക്ക് വരികയും ഉടമ്പടി പുതുക്കുകയും ഇവിടെ വന്ന് അച്ഛനെ കാണുകയും ഉണ്ടായി. അച്ഛനോട് പറഞ്ഞു, ക്യാൻസറുടെ കാര്യം പറഞ്ഞു. അച്ഛൻ എനിക്ക് ഇവിടുത്തെ തൈലം തന്നു. തൈലം തന്നത് എവിടെയാണ് നിനക്ക് വേദന എന്നുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചിട്ട് പരട്ടാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനത് അവിടെ പരട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു എൻഡോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്ത റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അവിടെ ഒരസുഖവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ എൻ്റെ കാലെല്ലാം നീര് വന്നു, എനിക്ക് നടക്കാൻ പറ്റാണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് ഒരു സ്കാനും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്കാൻ ചെയ്തപ്പോൾ 1 മാസം ഞാൻ ക്വാറൻറ്റൈനിൽ പോയി. അപ്പോൾ എനിക്ക് പ്രാർത്ഥന കേൾക്കാൻ എനിക്ക് പറ്റില്ല. ഈ പുസ്തകം കൊണ്ടുപോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ എന്ത് സാധനം കൊണ്ടുപോയാലും തിരിച്ചു വരുമ്പോൾ അത് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനെന്നാലും കൃപാസനത്തിലൊരു പത്രവും എൻ്റെ കൊന്തയും ഞാൻ കയ്യിൽ പിടിച്ചു. അവിടെ ചെന്ന് ഞാൻ സ്കാൻ കഴിഞ്ഞ വശം അവരെന്നെ ക്വാറൻറ്റൈനിൽ കൊണ്ടിരുത്തി. അപ്പോഴും 1 മാസം എൻ്റെ വീട്ടുകാരെ ഞാൻ കാണുന്നില്ല, അടച്ച റൂമിലാണ്. പക്ഷേ ഇവിടെ ഈ കൃപാസനത്തിൽ വന്ന് പരിചയപ്പെട്ട പ്രീത എന്ന് പറഞ്ഞൊരു കുട്ടി ആ സമയം എന്നെ വിളിച്ചു, ചേച്ചി വിഷമിക്കേണ്ട, ചേച്ചിക്ക് ആ പ്രാർത്ഥന കേൾക്കാൻ ഞാനൊരു വഴിയൊരുക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് ടച്ച് പോകണമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ചെറിയ പോകണം, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ 5:30 പ്രാർത്ഥന മുടങ്ങും, വൈകുന്നേരത്തെ പ്രാർത്ഥന മുടങ്ങും, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. പുലർച്ചെ കൃത്യം അവളുടെ ഭർത്താവിൻ്റെ ഫോൺ ഓണാക്കി, അവളുടെ ഫോൺ ഓണാക്കി വെച്ച് അവളെൻ്റെ ഈ ചെറിയ ഫോണിലേക്ക് ഇവിടുത്തെ 5:30 പ്രാർത്ഥന എന്നെ കേൾപ്പിച്ചു. ഞാൻ ആ സമയത്തല്ല 1 മാസം അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഞാൻ ഇവിടെ ഓൺലൈനായിട്ട് കേട്ടോണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഇവിടെ 5:30 പ്രാർത്ഥനയിൽ ഞാൻ ആ പ്രാർത്ഥന ഓൺലൈനിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ കുഞ്ഞു ഫോണിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നത്, ശരീരം മുഴുവൻ നീരുള്ള ഒരു വ്യക്തിക്ക് ഇന്ന് ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ആ നിമിഷം അത് ഞാനാണെന്ന് വിചാരിച്ച് അച്ഛൻ പറഞ്ഞ വാക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്ത് ആ നിമിഷം ഞാൻ എൻ്റെ മാതാവിനോട് ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ നിമിഷം നീ എൻ്റെ ശരീരത്തെ നീര് മുഴുവൻ മാറ്റിത്തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു.
എന്താണെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഈ സ്കാൻ കഴിഞ്ഞതിന് ശേഷം, സർജറി കഴിഞ്ഞതിന് ശേഷം നീര് മുറ്റിയിട്ട് ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാനൊരു മാസം ക്വാറൻറ്റൈനിൽ ഇരിക്കണത്. പ്രായമായ അമ്മ വാതുക്കെ ചോറ് കൊണ്ടുവച്ച് തരും, ഞാനതെടുത്ത് കഴിക്കും, പാത്രം അതുപോലെ വെക്കും. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥന ഞാൻ ഈ ചെറിയ ഫോണിൽ കേൾക്കണതും ഒക്കെ. അപ്പം അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മരുന്ന് കഴിക്കാൻ സമയമായി നീ എനിക്ക്. ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കില്ല അമ്മ, എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ദേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ നീര് മുഴുവൻ ഈ നിമിഷം മുതൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പോകും. അപ്പോൾ ഈശോയും അമ്മ ഇപ്പം വരും, അപ്പോൾ ഞാനതുകൊണ്ട് കണ്ണു തുറക്കില്ല, ഞാൻ എനിക്കില്ല, ഞാൻ ഈ നിമിഷം മുതൽ എൻ്റെ അമ്മയോട് ഞാൻ കൂടെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ശരി, നീ കുറച്ച് കഴിയുമ്പോൾ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഈ പ്രാർത്ഥനയിൽ മുഴുവൻ, അച്ഛൻ പ്രാർത്ഥിച്ചത് മുഴുവൻ ഞാൻ കേട്ടു. കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ കിഴക്കേന്ന് തന്നെ എണീറ്റു, കാല് ഞാൻ നിലത്ത് കുത്തി, കട്ടിലുമെന്ന് എണീറ്റ് ഞാൻ കാല് ഞാൻ കുത്തി ഉറപ്പിച്ച് തന്നെ ഞാൻ ചവിട്ടി. പക്ഷെ ഞാൻ വീഴുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെയെല്ലാം എൻ്റെ അമ്മ മാതാവ് എന്നെ ഉള്ളം കരത്തിൽ താങ്ങി. ഞാൻ എൻ്റെ കാലയിലേക്കാണ് ആദ്യം നോക്കിയത്, കാലിന് നീരെങ്ങനെയാന്ന്. പക്ഷെ എൻ്റെ കാലുമ്മ നീര് കാണാനില്ല. എത്ര എന്താ പറയുക, എനിക്ക് ആ നിമിഷം ഈ കൃപാസനത്തിലേക്ക് ഓടി വന്ന് എൻ്റെ അമ്മയോട് ആ നിമിഷം എനിക്ക് സാക്ഷ്യം പറയണം, അച്ഛനോട് പറയണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് ക്വാറൻറ്റൈനിൽ ഇരിക്കണ കാരണം എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ കാല് നീരായിട്ട് ഇരിക്കണതിൻ്റെ ഇടയിലും ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി ഞാൻ പുതുക്കിപ്പോയി. വീട്ടിലൊരു അമ്മോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞൊരു ചെറിയ കള്ളം പറഞ്ഞാണ് ഞാൻ വന്നത്. എന്താ വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റില്ല, കാലിൻ്റെ ലിഗമെൻറ്റ് പൊട്ടിയിട്ടാണ് ഇരിക്കണത്. പക്ഷേ ആ സമയത്തും ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാനൊരു 4 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്താവുന്ന രീതിക്ക് എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ എന്നെ എത്തിച്ചു. അപ്പം ഇത്രത്തോളം എന്നെ നടത്തി എൻ്റെ മാതാവിന് ഞാൻ നന്ദി പറയണു. പിന്നെ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് പത്രം മേടിച്ച് എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കും. പിന്നെ എന്നെക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ പോയിരിക്കുന്നത് രോഗികളുടെ അരികിലേക്കാണ്. എന്താണെന്ന് വെച്ചാൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാനും ഞാൻ എപ്പോഴും ഒരു കരുതൽ കാണിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും രോഗികളുടെ ഇടയിൽ, അതുപോലെ ഈ പത്രങ്ങളൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിലും ആസ്പത്രികളിലും പിന്നെ ഞങ്ങളുടെ തൃശ്ശൂർ ടൗണിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒക്കെയാണ് ഞാൻ പത്രം കൊടുക്കണത്. പിന്നെ എൻ്റെ അയൽവക്കത്ത് പിന്നെ ഞാൻ ഉപ്പും ഇതും മേടിച്ച് കൊടുക്കാറുണ്ട് എല്ലാവർക്കും. പിന്നെ എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ആർക്കെങ്കിലും രോഗമായിട്ടിരിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അവർക്ക് പലചരക്ക് സാധനങ്ങൾ, അവർക്ക് ആവശ്യമുള്ള മരുന്ന് മേടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ഇപ്പം ഞാൻ മുടക്കാറില്ല. 5:30 എനിക്ക് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കും, വൈകിട്ട് ബൈബിൾ വായിക്കും, വൈകുന്നേരത്തെ പ്രാർത്ഥന മുടക്കാറില്ല. പിന്നെ എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഇനിയും ചെയ്യണം തന്നെയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മാതാവിനോടൊപ്പം തന്നെ മാതാവിന് വേണ്ടി പ്രാർത്ഥിച്ച് മാതാവിനോട് കൂടെ നടക്കാനും നല്ല വഴിക്ക് മാതാവിനോടൊപ്പം ജീവിക്കാനും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകും. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. എനിക്കിഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 19-ാം വചനമാണ്. കൃപയൊഴുകുന്ന വഴി എന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണ്. ദൈവത്തെ ഇഷ്ടപ്പെടുത്തിയെടുക്കാനുള്ള ഒരു വഴിയാണ് ഉടമ്പടി. നമുക്കുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമ്മളെ തന്നെ ദൈവത്തിന് ഇഷ്ടപ്പെടുത്തിയെടുക്കുക എന്നാണ്. കൃപ ഒഴുകുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരോടാണെന്നാണ് പറഞ്ഞത്. ഉടമ്പടി ഒരു കരാർ മാത്രമല്ല, ഒരു ബന്ധമാണ്, ഒരു വിശ്വാസയാത്രയാണ്, ഒരു ആത്മബന്ധമാണ്. എൻ്റെ മഹത്വം നിൻ്റെ മുൻപിൽ കടന്നു പോകുമെന്ന് പറയുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് ഉടമ്പടി. ഉടമ്പടി നയിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ദൈവാനുഭവങ്ങളുടെ ഒരു വലിയ ഒരു യാത്രയാണ്. ദൈവത്തിൻ്റെ കരുണയുടെയും ദൈവസ്നേഹത്തിൻ്റെയും ദൈവകൃപയുടെയും ഒരു വലിയ ഒരു ജീവിത ആത്മീയ യാത്രയാണ് ഓരോ സാക്ഷ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിന്ദു വിജയൻ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുൻപിൽ കടന്നു പോകുന്നത് എങ്ങനെയാണെന്നാണ് വെളിപ്പെടുത്തുന്നത്.
ആ ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ മകൾ 35 വർഷത്തോളം വളരെ അപൂർവമായ ഛർദി എന്ന അസുഖത്തിലൂടെ വളരെ ബുദ്ധിമുട്ടി. കാരണം എന്നും രാത്രിയിൽ വളരെ ബുദ്ധിമുട്ടോടെയാണ് കിടന്നുറങ്ങിയത്. അടുത്ത് ബക്കറ്റ് വെച്ച് പോലുമാണ് കിടന്നുറങ്ങിയത്. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പല മരുന്നുകൾ കഴിച്ചെങ്കിൽ യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 35 വർഷം സാധിക്കാത്ത കാര്യമാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ട് അമ്മയുടെ കൃപയിലാണ്, അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഈ മകളെ സുഖപ്പെടുത്തിയത്. പിന്നീടുണ്ടായിരുന്ന കാര്യം, കാലിൻ്റെ ഒരു ലെഗമെൻ്റ് ആയിരുന്നു, അത് പൊട്ടി, അത് സർജറി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിന് പ്രകാരം ഈ മകള് ഇവിടെ വരികയും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിക്കുകയും അച്ഛൻ സൈത്ത് കൊടുക്കുകയും സൈത്ത് തേച്ച് പ്രാർത്ഥിക്കുകയും ആ കാശുരൂപം കിട്ടി. ആ കാശുരൂപം പിടിച്ചാണ് ഈ മകൾ ഇവിടുന്ന് പോയത്. പിന്നീട് ആ സർജറിയുടെ ആവശ്യം വന്നില്ല. ലെഗമെൻറ്റ് കാലിൻ്റെ ലെഗമെൻറ്റ് അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തിയെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുന്നത്. കാരണം ഇവിടുന്ന് പോയതിൻ്റെ അന്ന് രാത്രി തന്നെ ആ മകൾക്കൊരു ഈശോയുടെ അമ്മേൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അമ്മ തന്നെ വന്ന് കാലിൽ തൊട്ട് സുഖപ്പെടുത്തിയതായിട്ടാണ് ഈ മകൾ സാക്ഷ്യം പറയുന്നത്. അത് ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീടുണ്ടായിരുന്ന വേറൊരു സർജറി ആയിരുന്നു. ചെസ്റ്റിൽ അസുഖം വന്നപ്പോഴും ഇതുപോലെ തന്നെ ഡോക്ടേഴ്സ് വീണ്ടും സർജറിയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെയും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ സാന്നിധ്യമായിരുന്നു ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത്. എന്തു വന്നാലും ഭയപ്പെടാതെ ധൈര്യപ്പെട്ട നിമിഷങ്ങൾ കർത്താവിൻ്റെയും അമ്മയുടെയും എപ്പോഴും ആ സാമീപ്യം, ആ സാന്നിധ്യമാണ് ഈ മകളുടെ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് 7 മാസം ശരീരത്തിൻ്റെ നീര് വച്ചിരുന്നു. 7 മാസമായിട്ട് ആ ശരീരം മുഴുവൻ നീരായിരുന്നു. പക്ഷെങ്കിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ തന്നെയാണ് അച്ഛൻ പറയുകയുണ്ടായി, ശരീരം മുഴുവൻ നീരുള്ള ഒരു വ്യക്തിയെ ധ്യാനത്തിൽ പറഞ്ഞതാണ് ഈശോ സുഖപ്പെടുത്തുന്നുവെന്ന്. ബിന്ദു അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചു, അത് ഞാൻ തന്നെയാണെന്ന്. അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ ഈ മകൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയായിരുന്നു. കാരണം 7 മാസത്തോളം പല മരുന്നുകൾ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും ഒരു പ്രയോജനവും ഒരു ഫലവും ഇല്ലായിരുന്ന ഒരു രോഗമായിരുന്നു അത്. അന്നത്തെ പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞപ്പോൾ ബിന്ദു പൂർണ്ണമായിട്ടും ഈ സഹോദരി പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയായിരുന്നു. ഈശോയുടെ അമ്മയുടെയും സാന്നിധ്യമുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമുക്കറിയാം. 2004 പരിശുദ്ധമ്മ ഘടികാരം നെഞ്ചിൽ ചാർത്തി ഇവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അച്ഛന് ലഭിച്ച അനുഗ്രഹമാണ് ഓരോ കൈവപ്പ് ശുശ്രൂഷ വഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം അടുത്തറിഞ്ഞ ആത്മീയ ജീവിതമുള്ള 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ തീക്ഷ്ണമായ ഒരു ആത്മീയതയുടെ ഒരു ജീവിതയാത്ര, ആത്മീയ യാത്ര നയിക്കുന്ന അച്ഛനിലൂടെ ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും എത്ര രോഗികളാണ് സൗഖ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ബിന്ദുവിന് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ രോഗസൗഖ്യങ്ങളും. പിന്നെ ഈ രോഗത്തിൻ്റെ ആ സമയത്തും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിലുണ്ടാവുകയും കാലിൻ്റെ ലെഗമെൻറ്റിൻ്റെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തുകയും പിന്നീട് എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ചും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കിട്ടാതിരുന്ന ലോൺ പല വർഷങ്ങളായിട്ട് കിട്ടാതിരുന്ന ലോണാണ് ഇവിടെ വെച്ച് ഉടമ്പടി എടുക്കാൻ വന്ന ആ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വെച്ച് തന്നെയാണ് ആ ലോൺ പാസ്സാകുന്നത്. അങ്ങനെ കുടിവെള്ളം വീട്ടിൽ വരികയും കിട്ടാതിരുന്ന മുടങ്ങിക്കിടന്ന ആ ലോണാണ് അമ്മ കൊടുക്കുകയും ചെയ്തത് അമ്മയുടെ മധ്യസ്ഥം വഴി. ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ എല്ലാ നിമിഷവും ഏത് പ്രതിസന്ധി വന്നാലും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വേദനകൾ, നമ്മുടെ രോഗാവസ്ഥകൾ ദൈവത്തിന് നമ്മളത് വെറുതെ നമ്മുടെ കണ്ണുനീര് കാണാത്ത ഒരു ദൈവമല്ല നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ കണ്ണീരൊപ്പുന്ന ഒരമ്മയാണ്, കണ്ണീര് കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കൂടെ കടന്നു പോകുന്നത് ഉടമ്പടിയിലൂടെയാണ്. എൻ്റെ മഹത്വം നിൻ്റെ മുൻപിലൂടെ കടന്നു പോകുമെന്നാണ് കർത്താവ് പറയണത്. അത് ഉടമ്പടിയിലൂടെയാണ്. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ ആത്മാർത്ഥതയോടെ ജീവിക്കുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മുൻപിലൂടെ കടന്നു പോകുവാൻ നമുക്കും കാണുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും എനിക്കിഷ്ടമുള്ളവരിൽ ഞാൻ
പ്രസാദിക്കും, എനിക്കിഷ്ടമുള്ളവരോട് കരുണ കാണിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. നമുക്കും ദൈവത്തിന് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിന്ദു വിജയനും കുടുംബത്തിന് ലഭിച്ച ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക്